പ്രിയോ നമസ്തേ. ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. പ്രശ്നമൊന്നുമില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ സന്തോഷമായി. പ്രിയോ ശബ്ദം വളരെ കുറവാണ് എന്ന് കാണാനുണ്ട്. അപ്പോൾ ഇവിടെ ഫുൾ ശബ്ദത്തിലാണ് ഇരിക്കുന്നത്. അതിൽ വ്യക്തമായിട്ടൊന്ന് പറയൂ കേട്ടോ, ശബ്ദം കേൾക്കണ്ടോന്ന്. നമ്മുടെ സമൂഹവുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ് സംസാരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഇതൊരു ഗൗരവത്തോടെടുത്ത് നമ്മൾ ഈ ഒരു ശബ്ദത്തിൻ്റെ കാര്യം എന്ന് പറയുക. കേൾക്കാമെങ്കിൽ കേൾക്കാം, ശബ്ദം കുറവാണ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് കേൾക്കാനാവുമെങ്കിൽ അതിലങ്ങോട്ട് പറഞ്ഞു തുടങ്ങാമെന്ന് കരുതിയിട്ടാണ്. ഏവർക്കും പ്രണാമം. ഇന്നലെ തൃശ്ശിവപേരൂരിൽ കേരളത്തിലെ സന്യാസി സമൂഹത്തിൻ്റെ ഒരു സഭ കൂടിയുണ്ടായി. മാർഗദർശക് മണ്ഡൽ എന്ന് പറയുന്ന സന്യാസി സംഘടനയാണ് അതിന് നേതൃത്വം കൊടുത്തത്. ആ ഒരു ചടങ്ങിൽ സന്യാസിമാർക്ക് മധ്യത്തിൽ ഒരു ഗൃഹസ്ഥാശ്രമിയായ ഒരു വ്യക്തി അതിൻ്റെ ക്ഷമാപണം നടത്തുകയാണ്. അദ്ദേഹത്തിൻ്റെ പേര് നമുക്ക് ഓർമ്മയില്ല. എന്തായാലും വളരെ പാണ്ഡിത്യമുള്ള ഒരു വ്യക്തിയാണ്. അവിടെ വളരെ പാണ്ഡിത്യമുള്ള ഒരു വ്യക്തിയാണ് അവിടെ ഈ ഒരു അധ്യക്ഷനായിട്ടിരുന്നത്. എന്നിരുന്നാലും വിഷയവിവരണം നടത്തുന്നതിന് വേണ്ടിയിട്ട്
കുളത്തൂർ അദ്വൈതാശ്രമത്തിൻ്റെ മഠാധിപതിയും അതുപോലെ മാർഗദർശന മണ്ഡലിൻ്റെ സംസ്ഥാന അധ്യക്ഷനുമായിട്ടുള്ള സംപൂജ്യ സ്വാമി ചിദാനന്ദപുരി സ്വാമികളാണ് സംസാരിച്ചത്. സ്വാഗതം പറഞ്ഞത് സത്സ്വരൂപാനന്ദ സ്വാമികളാണ് എന്നാണ് നമ്മളുടെ ഓർമ്മ. അപ്പോൾ അത്തരത്തിൽ നടന്ന ആ ചടങ്ങിൽ പ്രമേയവും വിളംബരവും ഒക്കെ ഉണ്ടാവുകയുണ്ടായി. ആ ഒരു കൂട്ടായ ആ ചടങ്ങിലേക്ക് പ്രത്യേകിച്ച് ഹൈന്ദവ സമൂഹം മറ്റുള്ളവരും ഉറ്റുനോക്കിയ ആ ഒരു ചടങ്ങിലേക്ക് ഈയുള്ളവനും ഒരു ക്ഷണം ലഭിക്കുകയുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ഇവിടെ നിന്നുള്ള ഈയൊരു പേജിൽ ആ ഒരു വിഷയ ചടങ്ങിന് ക്ഷണം ലഭിച്ച ആ ഒരു വിശേഷം നമ്മളേവരെയും അറിയിച്ചിരുന്നു. അന്നേരം അതിന് പങ്കെടുക്കാൻ കഴിയുമോ എന്നൊരു ആശങ്കയുണ്ടായിരുന്നു. കാരണം തിരുവല്ലയിൽ മുൻകൂട്ടി തന്നെ നിശ്ചയിച്ചിരുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. ഇതുകൂടാതെ തിരുവനന്തപുരത്തൊരു പുരസ്കാരം ഏറ്റുവാങ്ങലും അതുമായി ബന്ധപ്പെട്ടൊരു പ്രോഗ്രാം ഉള്ളതുകൊണ്ട് ഈ ഒരു ദിവസം കൃത്യസമയത്ത് എത്തിപ്പെടാൻ പറ്റുമോ എന്നറിയാത്തത് കൊണ്ട് പങ്കെടുക്കുമോ എന്ന് ഒരു ധാരണ ഉണ്ടായിരുന്നില്ല. എത്തുകയാണെങ്കിൽ പങ്കെടുക്കണം എന്ന് തന്നെയാണ് നമ്മുടെയും ആശ്രമത്തിൻ്റെയും നിങ്ങൾ പലരുടെയും അഭിപ്രായം ഇവിടെ അറിയിച്ചത്. അത്തരമൊരു സന്ദർഭത്തിൽ നമ്മൾ അവിടെ പങ്കെടുക്കേണ്ടത് ഏതു രീതിയിലാണ് എന്നത് സന്യാസി സമൂഹത്തിൻ്റെ ഇടയിൽ, സമാജത്തിൻ്റെ മറ്റുള്ള ഒരു പ്ലാറ്റ്ഫോമിലല്ല, സന്യാസി സമൂഹത്തിൻ്റെ ഇടയിൽ ഒരാശങ്ക ഉരുത്തിരിഞ്ഞു. എല്ലാവർക്കും നമ്മളെ അറിയാം, നമ്മളെ വലിയ കാര്യമാണ്, ഇഷ്ടമാണ്, സ്വീകാര്യനാണ്, അതിലൊന്നും നമുക്ക് സംശയമില്ല. എന്നാൽ ഏത് രീതിയിലാണ് ഹൈന്ദവ സമൂഹത്തിൽ പ്രധാനപ്പെട്ട ഈ ഒരു മേഖലയിൽ പറയുമ്പോൾ ആചാര്യന്മാരും സന്യാസിമാരും സാധകരും ബ്രഹ്മചാരികളും ബ്രഹ്മചാരിണികളും ഒക്കെ ഉണ്ടാകുമ്പോൾ ഭക്തജനങ്ങളുണ്ട്. അപ്പം അങ്ങനെ അതിൽ ഏത് കാറ്റഗറിയിലാണ് ചണ്ടാള ബാബയെ പങ്കെടുപ്പിക്കേണ്ടേ എന്നൊരു ആശങ്കയുണ്ടായി എന്നുള്ളത് ഇന്നലെ സന്ധ്യയ്ക്ക് വടക്കുന്നാഥൻ്റെ മൈതാനത്തിൽ നടന്ന ആ പൊതുസമ്മേളനത്തിൽ സ്വാഗതമരുളിയ സ്വാമിജി തന്നെ, സത്സ്വരൂപാനന്ദജി തന്നെ അത് തുറന്നു പറഞ്ഞതുകൊണ്ടാണ് നമ്മളത് പറയുന്നത്. അല്ലെങ്കിൽ സത്യത്തിൽ ഈ ഒരു വിഷയം എല്ലാവരോടും പറയേണ്ട ആവശ്യമില്ല. അപ്പം അദ്ദേഹം തന്നെ അത് പറഞ്ഞതാണ്. അതിൻ്റെ ലൈവൊക്കെ പലരും കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പം അദ്ദേഹം തന്നെ പറയുന്നത് ആ ഒരു ആശങ്ക ഞങ്ങളിൽ ഉണ്ടായി. അങ്ങനെ ഒരു ആശങ്കയുടെ നേരത്തെ സദസ്സിൽ, അതായത് സന്യാസിമാരിയ്ക്കുന്നിടത്ത് വേദിയിലേക്ക് ചണ്ടാള ബാബ ഇരിക്കേണ്ടതില്ല, അദ്ദേഹം മറ്റുള്ളവരുടെ കൂട്ടത്തിൽ സദസ്സിൽ ഇരിക്കട്ടെ എന്നായിരുന്നു തീരുമാനം എന്നും, എന്നാൽ നമ്മൾ പങ്കെടുക്കുന്ന ആ പരിപാടിയിൽ ചണ്ടാള ബാബ വന്നിരിക്കുന്നത് സന്യാസിയായിട്ടാണെന്നും ഈ പാരമ്പര്യത്തിൽ സന്യാസ പാരമ്പര്യം ഉണ്ടെന്നും അതിൻ്റെ വക്താവാണെന്നും അതിൻ്റെ സമ്പ്രദായ ഭേദങ്ങളൊക്കെ വളരെ വ്യക്തമായി തന്നെ അവിടെ ഇരുന്നു കൊണ്ട് തന്നെ നമ്മൾ പറഞ്ഞപ്പോൾ നമ്മളെ വേദിയിലേക്ക് ക്ഷണിക്കുകയും അതിനു മുമ്പ് തന്നെ ആചാര്യനായിക്കൊണ്ട് തന്നെ വേദിയിൽ ക്ഷണിച്ചിരുത്താനും സംപൂജ്യ ചിദാനന്ദപുരി സ്വാമി ആഹ്വാനം ചെയ്യുകയുണ്ടായി, അദ്ദേഹത്തെ ക്ഷണിച്ചിരുത്തണം എന്നുള്ള രീതിയിൽ. അപ്പോൾ നമ്മൾ താഴെ ഇരുന്ന് പറഞ്ഞത് വേണ്ട, മുകളിലോ താഴെയോ എന്നുള്ളതല്ല, ഇരുത്തത്തിൻ്റെ കസേരയല്ല നമ്മുടെ വിഷയം. ഈ സമ്പ്രദായങ്ങളുടെ പ്രാതിനിധ്യത്തിൻ്റെ ഒരു സന്യാസി ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. അതുകൊണ്ട് നമ്മളെ ആ അർത്ഥത്തിലൊന്ന് അംഗീകരിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ഘട്ടം എന്നാണ് പറഞ്ഞത്. അപ്പം അത് മൈക്കിലൂടെയല്ല പറഞ്ഞ്, താഴെയുള്ളത് പറഞ്ഞതുകൊണ്ട് പുറകിലുള്ളവരൊന്നും കേൾക്കാത്തത് കൊണ്ട് നമ്മളോട് പറഞ്ഞു, സന്യാസിമാർ തന്നെയാണ് പറഞ്ഞത്, ആ പറഞ്ഞത് മുകളിൽ വന്ന് മൈക്കിലൊന്ന് പറയാമോ എന്നുള്ളത്. അതിനുശേഷം മുകളിൽ ആ ഒരു വിദ്വത് സദസ്സിൻ്റെ മുന്നിൽ നമ്മൾ ആ മുകളിൽ കയറി മൈക്കിന് മുന്നിൽ നിന്നിട്ട് നമ്മൾ ഇതേ കാര്യം പറയുകയും മലബാർ സമ്പ്രദായത്തിൻ്റെയൊക്കെ വിശേഷം പറയുകയും, ഒപ്പം നമുക്ക് ദീക്ഷയുള്ള സമ്പ്രദായത്തെ പേരെടുത്ത് പറഞ്ഞിട്ടില്ലെങ്കിലും അതിൻ്റെയൊക്കെ കാര്യങ്ങളും വിചാരങ്ങളും സന്യാസ പാരമ്പര്യത്തിൻ്റെ ദീക്ഷയൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞ നേരത്തെ
നമ്മളെ ഒരു സന്യാസിയായി അംഗീകരിച്ചുകൊണ്ട് കൈയടിച്ച് പാസ്സാക്കി ഹൈന്ദവ സന്യാസി സമൂഹത്തിലെ ശങ്കരാചാര്യ മഠത്തിലെ സ്വാമിയാരും അതുപോലെ തന്നെ അമൃതാനന്ദമയി അമ്മയുടെ ആശ്രമത്തിലെ സന്യാസിമാരും അദ്വൈതാശ്രമത്തിലെ സന്യാസിമാരും ശിവഗിരി മഠത്തിലെ സന്യാസിമാരും ശുഭാനന്ദാശ്രമത്തിലെ സന്യാസിമാരും അതുപോലെ തന്നെ ശ്രീരാമകൃഷ്ണ മിഷൻ്റെ സന്യാസിമാരും തുടങ്ങി ഏതൊക്കെ സമ്പ്രദായത്തിൽ ഏതൊക്കെ ആശ്രമങ്ങളുമായി ആചാര്യന്മാരുമായി പൊന്മന മഠത്തിലൊക്കെ അങ്ങനെ വിശേഷപ്പെട്ട ഏതൊക്കെ സന്യാസ പാരമ്പര്യങ്ങളുണ്ടോ അവരെല്ലാം കൂടിച്ചേർന്ന ആ ഒരു സദസ്സിൽ വെച്ച് അവരെല്ലാവരും ഈ ഒരു മലബാര സമ്പ്രദായത്തെ, അതായത് താഴുന്നതേ എന്ന് ചിന്തിച്ച്, അധസ്ഥിത മൂർത്തികൾ എന്ന് ചിന്തിച്ച്, തമോമൂർത്തികളെന്നോ അല്ലെങ്കിൽ ദുർമൂർത്തികളെന്നൊക്കെ ഒരു കാലത്ത് ചിത്രീകരിച്ചുകൊണ്ടും ചിന്തിച്ചുകൊണ്ടും ഇരിക്കുന്ന, ഇന്നും ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ സമ്പ്രദായത്തെ പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട്, സന്യാസ പാരമ്പര്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് നാം മുന്നോട്ട് വെച്ച ആ ധർമ്മസമരത്തിൻ്റെ ആശയത്തിൻ്റെ ആ ഒരു സത്യാവസ്ഥ മനസ്സിലായിക്കൊണ്ട് അതിനെ സ്വീകരിച്ച് കേരളത്തിലെ സന്യാസിമാരും ഹൈന്ദവ സംഘടനാ പ്രതിനിധികളും ഒക്കെ ഇരിക്കുന്ന ആ വേദിയിൽ നമ്മെ അവിടെ ഇരിക്കേണ്ടതില്ല എന്ന് നമ്മൾ വീണ്ടും പറഞ്ഞപ്പോഴുമല്ല, ഇവിടെ ഇരിക്കുക തന്നെ വേണമെന്ന് പറഞ്ഞുകൊണ്ട് അത്ര ആദരവോടുകൂടി ഈ ഒരു സമ്പ്രദായത്തെ അംഗീകരിച്ചുകൊണ്ട് വൈഷ്ണവം, ദക്ഷിണം, ശൈവം ഒക്കെ തുടങ്ങുന്ന അല്ലെങ്കിൽ സിദ്ധപാരമ്പര്യത്തിൻ്റെയൊക്കെ വക്താക്കളായിട്ടുള്ള, അതുകൂടി വേദശുദ്ധ വേദാന്തം ഒക്കെ പറയുന്ന ആളുകളുടെ ആ ഒരു സന്യാസി സമൂഹം നമ്മളെ അവിടെ ഉൾക്കൊണ്ടു എന്ന് പറയുമ്പോൾ തന്നെ അത് നമ്മൾ ഓരോ ഹൈന്ദവനും അഭിമാനത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെയൊക്കെ എന്താ പറയുക ഐക്യത്തിൻ്റെ ഒക്കെ ഒരു വലിയൊരു ആഹ്ലാദത്തിൻ്റെ ഒരു സംഭവമായിട്ടാണ് നമ്മൾ കാണുന്നത്. കേവലം നമ്മളെന്ന വ്യക്തിയെക്കുറിച്ചല്ല നമ്മൾ പറയുന്നത്. നമുക്ക് നമ്മുടെ സമാജത്തിൽ എന്തെങ്കിലും പിഴവുകൾ വന്നിട്ടുണ്ടെങ്കിൽ അതിനെ തിരുത്തുക എന്നുള്ളതാണ് നമ്മുടെ ഈ ധർമ്മത്തിൻ്റെ പ്രത്യേകത. പലരും ഇന്നലകളിലെ പോരായ്മ ചൂണ്ടിക്കാണിച്ച് ആക്ഷേപിച്ചുകൊണ്ടേ ഇരിക്കുമ്പോൾ ഇന്നലകളെ അതേവിധം തുടരുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആക്ഷേപത്തിന് അർത്ഥമുണ്ട്. നമ്മൾ തന്നെ പോരായ്മകൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്, ചൂണ്ടിക്കാണിക്കുകയും ചെയ്യും. എന്നാൽ അതിനൊരു ബദല് കൊണ്ടുവന്ന് അതിനെ തിരുത്തിക്കൊണ്ട് അതിനെ തിരുത്തി വരുമ്പോൾ അത് ഓരോ ഹൈന്ദവനും ആഗ്രഹിക്കുന്ന വിധം അതിനെ നമുക്ക് കാണുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു സന്തോഷം അത് നമ്മുടെ മാത്രമായിരിക്കും. നമ്മൾ ഓരോരുത്തരുടെ എന്താണ് നമ്മെ ഭിന്നിപ്പിക്കാൻ വേണ്ടി എന്നും എല്ലാ കാലത്തും നിലനിന്നത്. ഒരു കാലത്ത് ചിലർ ഉണ്ടാക്കി വെച്ച അവർ തന്നെ ഉണ്ടാക്കിയ വ്യവസ്ഥ, അതിനുശേഷം അതിനെ ചൊല്ലി എന്നും ഉണ്ടാകുന്ന പരസ്പരം കലഹങ്ങളെ, ദ്വേഷണങ്ങളെ ഒക്കെ ഉണ്ടാകുമ്പോൾ അവിടെ ഈ ജാതിയുടെ പേരിലാണ്, നിറത്തിൻ്റെ പേരിലാണ്, സ്ഥാനമാനങ്ങളുടെ പേരിലാണ്, തൊഴിലിൻ്റെ പേരിലാണ്, ഭക്ഷണത്തിൻ്റെ പേരിലാണ്, സമ്പ്രദായങ്ങളുടെ പേരിലാണ് എന്നൊക്കെ വരുമ്പോൾ അതൊന്നുമില്ലാതെ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ ചണ്ടാളൻ എന്നാണ് പറയാറ്. അങ്ങനെ ഒരു ചണ്ടാളനാണെന്ന് പറയുന്നവരെ ശങ്കര പരമ്പരക്കാരനും മുപ്പൽ സ്വാമി മഠത്തിലെ സ്വാമി പോലും ഇരിക്കുന്ന ഒരു വേദിയിൽ ഇരുത്തുമ്പോൾ അവരുടെയും ഔദാര്യവുമല്ല, ഒരു തർക്ക വിഷയവുമല്ല, പോരാട്ടവുമല്ല, മറിച്ച് എന്താണ് പരസ്പര ആദര ബഹുമാനത്തോടുകൂടി അംഗീകരിക്കുന്നു എന്നുള്ളതാണ്. പരസ്പരം അംഗീകരിക്കുന്നു എന്നുള്ളതാണ്. അവിടെ ആരും ജയിക്കുന്നുമില്ല, ആരും തോൽക്കുന്നുമില്ല. അത്തരത്തിലൊരു അങ്ങനെ ഉണ്ടായ സാഹചര്യത്തിൽ ഇതിൽ പങ്കെടുക്കാൻ പറ്റിയപ്പോൾ ആ ഒരു സദസ്സിൽ ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ട് അവിടെ തൃശ്ശൂർ വിളംബരം എന്നൊരു വിളംബരം അവിടെ പുറപ്പെടുവിക്കുമ്പോൾ അതിനെ സമൂഹത്തിൻ്റെ മുന്നിൽ വെച്ചുകൊണ്ട് സംസാരിക്കുമ്പോൾ അതിൽ മറ്റുള്ള കാര്യങ്ങൾ 5 പോയിൻ്റാണ് ആകെ അതിൽ കാണാനുള്ളത്. അതിൽ 5-ൽ 4 ചിലപ്പോൾ ശാക്തേയന്മാർ, കൗളന്മാർ, മലബാര സമ്പ്രദായക്കാർ, മറ്റ് മുഴുവൻ ഹൈന്ദവ സമാജത്തിലെ ആളുകൾക്കും വിശ്വാസികൾക്കും ഭക്തന്മാർക്കും എല്ലാവർക്കും വലിയ തെറ്റായി തോന്നുകയില്ല. എന്നാൽ 5-ാമത്തെ പോയിന്റ് അത് വായിക്കുന്ന നേരത്തെ വിളംബരം എല്ലാവരുടെയും മുമ്പിൽ എത്തിയിട്ടുണ്ടാകുമെന്നാണ് കരുതുന്നത്. ഇത് നമ്മളൊന്ന് വായിക്കാം. 5 പോയിന്റ്. തൃശ്ശിവപ്പേരൂർ സന്യാസി മഹാസംഗമം, കേരളത്തിലെ ഹൈന്ദവ സമൂഹത്തിന് മുന്നിൽ വെക്കുന്ന തൃശ്ശിവപ്പേരൂർ വിളംബരം. അപ്പോൾ സന്യാസിമാർ മൊത്തത്തിലാണ്, ആ സന്യാസിയിൽ നമ്മൾ കൂടി ഉൾപ്പെട്ടു ആ സമയത്ത് എന്നുള്ളത് കൊണ്ട് ഇതിന് എന്തൊരു പോരായ്മയുണ്ടെങ്കിലും അത് നമ്മുടെ കൂടി പോരായ്മയാണ് എന്ന് നാം അറിയുന്നു. അതുകൊണ്ടാണ് ഈ വിഷയം നമ്മൾ അവതരിപ്പിക്കുന്നത്. 5 പോയിന്റ്.
നാടിൻ്റെ സ്വത്വം ആധ്യാത്മികതയാണെന്നും മനസ്സിലാക്കി സനാതനധർമ്മത്തെക്കുറിച്ച് അടിസ്ഥാന വിവരങ്ങൾ മനസ്സിലാക്കാൻ പരമാവധി ശ്രമിക്കുകയും സനാതനധർമ്മത്തെ അധിക്ഷേപിക്കുന്ന തെറ്റായ പ്രവണതകളെ സമാജത്തിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരികയും അവയെ ശക്തിയുക്തം എതിർക്കുകയും ചെയ്യും എന്നതാണ് ഫസ്റ്റ് പോയിന്റ്. രണ്ടാമത്, സമാജത്തിൽ അസമത്വം വളർത്തുന്ന രീതിയിൽ ഹൈന്ദവ സമൂഹം സാമ്പത്തികമായും വിദ്യാഭ്യാസപരമായും തളർന്നു പോകുന്നത് ഒഴിവാക്കാൻ നാം നമ്മുടെ അലസത, അജ്ഞത, അസംഘടിത സ്വഭാവം, ചൂഷണത്തിനും അക്രമ രാഷ്ട്രീയത്തിനും വിധേയമാകൽ, ഉത്തരവാദിത്തമില്ലായ്മ എന്നിവയില്ലാതാക്കാൻ പരമാവധി ശ്രമിക്കും. മൂന്നാമത്തേത്, ക്ഷേത്രങ്ങളിലെ നാമജപം, സേവാപ്രവർത്തനം, സത്സംഗം, ആധ്യാത്മിക പഠനം, അതിൻ്റെ പ്രചരണം, സാന്ത്വന പരിശീലനം എന്നിവയ്ക്കുള്ള കേന്ദ്രങ്ങളാക്കി മാറ്റാൻ ജാഗരൂകരാകണം. ക്ഷേത്രോത്സവങ്ങൾ, ചടങ്ങുകൾ എന്നിവയോടനുബന്ധിച്ചു അല്ലാതെയും നടക്കുന്ന അനാവശ്യ ധൂർത്തുകൾ, അസന്മാർഗിക ആചരണങ്ങൾ എന്നിവയിൽ നിന്നും നാം പൂർണ്ണമായും വിട്ടുനിൽക്കും. കുടുംബങ്ങളുടെ ശിഥിലീകരണം ഒഴിവാക്കാൻ മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും ഉപയോഗം കുടുംബഭദ്രതയ്ക്കും പകരം ഉയരുന്ന അരാജക ചിന്തകൾ, അനവസരങ്ങളിലുള്ള വിദ്യാഭ്യാസ കുടിയേറ്റം, ആത്മഹത്യാ പ്രവണതകൾ എന്നിവ ഒഴിവാക്കാൻ പരിശ്രമിക്കും. കുടുംബങ്ങളിൽ സന്ധ്യാനാമജപം, സ്വാധ്യായം, ധാർമ്മിക ചിന്തയ്ക്കുള്ള അന്തരീക്ഷം, വ്രതാനുഷ്ഠാനങ്ങൾ എന്നിവയെ പോഷിപ്പിക്കാൻ നാം പരമാവധി ശ്രമിക്കും. അടുത്തത്, അഞ്ചാമത്തെ പോയിന്റ്, ക്ഷേത്രാചാരങ്ങളുടെ പേരിൽ നടക്കുന്ന തൂക്കം, മേൽവസ്ത്ര നിരോധനം, സാധനാ പദ്ധതി എന്ന നിലയിൽ ഗുരുപദേശം കൂടാതെ സമൂഹത്തിൽ തെറ്റായ മാതൃകൾ സൃഷ്ടിക്കുന്ന മദ്യമാംസാദികളുടെ ഉപയോഗം എന്നിവ ഒഴിവാക്കുകയും ശാസ്ത്രീയമായ അനുഷ്ഠാനങ്ങൾ പിന്തുടരാനും പ്രചരിപ്പിക്കാനും ആവും വിധം ശ്രദ്ധിക്കുകയും ചെയ്യും. മാർഗദർശക് മണ്ഡൽ, കേരളം. അപ്പോൾ മാർഗദർശക് മണ്ഡൽ മുഴുവൻ സന്യാസികളുടെ അഭിപ്രായത്തെ സ്വീകരിച്ചുകൊണ്ട് ആ സംഘടനയാണ് ഈ ഒരു വിളംബരം പുറപ്പെടുവിക്കുന്നത്. ഇതെല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇങ്ങനെ പിടിച്ച അതാ കുറച്ചൊക്കെ കാണാനുണ്ട്, ഇതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അതിനാണ് നോട്ടീസ് എടുത്ത് കയ്യിൽ വെച്ചിട്ടില്ല. ശബ്ദം വളരെ കുറവാണ് എന്നുണ്ട്. നമ്മൾ ഈ ലൈവ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ഒന്ന് മുന്നോട്ട് വരിക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. നിങ്ങൾക്ക് കേൾക്കാനുണ്ടെങ്കിൽ ആ തരത്തിലൊന്ന് സഹകരിക്കുക. ഞങ്ങൾക്ക് കേൾക്കാം, ശബ്ദം കുറവാണ് എന്നാലും ഞങ്ങൾക്ക് കേൾക്കാമെന്നുണ്ടെങ്കിൽ അതൊന്ന് എഴുതും, എന്നാൽ മാത്രമേ നമ്മൾ തുടർന്ന് സംസാരിക്കുന്നുള്ളൂ. ആരെങ്കിലും ഒരാളാവുന്നൊന്ന് പറയൂ, ശബ്ദം കുറവാണ് എന്നിരുന്നാലും ഞങ്ങൾക്ക് കേൾക്കാം. അതുകൊണ്ട് എനിക്കിവിടെ നിന്ന് മനസ്സിലാക്കാൻ മറ്റു മാർഗങ്ങളൊന്നുമില്ല. ഇനി മറ്റൊരു ഓപ്ഷൻ, ഇപ്പം നിങ്ങൾക്ക് ശബ്ദം എങ്ങനെയാ, കേൾക്കുന്നുണ്ടോ? അപ്പോൾ നമ്മൾ സംസാരിച്ചു കൊണ്ടിരുന്ന വിഷയം ഒരു 5 പോയിന്റ് വായിച്ചു കഴിഞ്ഞു. ഈ 5 പോയിന്റിൽ ഈ 5ാമത്തെ പോയിന്റ് നമ്മുടെ സമൂഹത്തിൽ ചെറിയ രീതിയിൽ ശാക്തേയ സമ്പ്രദായത്തിലുള്ള ആളുകൾക്ക് ഒരാശങ്കയുണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളത് ചിലരുടെയെല്ലാം സന്ദേശത്തിൻ്റെ വെളിച്ചത്തിൽ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ വിഷയം പറയാമെന്ന് കരുതിയത്. ചിലർ ധരിച്ചിരിക്കുന്നത് സന്യാസിമാരെടുത്ത തീരുമാനം എന്നുള്ളത് കൊണ്ട് ആ സന്യാസിമാർ എന്ന് പറയുന്നതിൽ വൈഷ്ണവ ദക്ഷിണമാർഗം പിൻപറ്റി അതിനെ മാത്രം പഠിച്ച, അത് മാത്രം അറിയുന്ന സന്യാസിമാർ മാത്രം കൂടിയിരുന്ന് തീരുമാനിച്ചതാണ് എന്നാണ്. അതുകൊണ്ടാണ് നമ്മൾ പങ്കെടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞത്. നമ്മളെക്കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുമായിരിക്കുമെന്ന് കരുതുന്നു. അതല്ലെങ്കിൽ അറിയാത്തവരോടുകൂടി പറയുകയാണ്, അത് സ്വരൂപാനന്ദ പറഞ്ഞ പോലെ തന്നെ
വിവിധങ്ങളായിരിക്കുന്ന സമ്പ്രദായങ്ങളെ അതേ അർത്ഥത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകണം, അല്ലെങ്കിൽ ഹൈന്ദവീകതയുടെ ഐക്യം പൂർണ്ണമാകില്ല എന്ന് കാലങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മൾ. കേവലം പറയുക മാത്രമല്ല, അതിൽ ഏറ്റവും കൂടുതൽ തിരസ്കരിക്കപ്പെട്ട, മാറ്റി നിർത്തപ്പെട്ട, അല്ലെങ്കിൽ അത്ര കണ്ട് മ്ലേച്ഛമാണെന്ന് പറഞ്ഞ അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടിരുന്ന വാമാചാര പാരമ്പര്യത്തെ, മദ്യ മത്സ്യ മാംസാദികൾ കൊണ്ടുള്ള ആചരണങ്ങളെ, കെട്ടിയാട്ടങ്ങളെ, കോമരം തുള്ളലുകളെ, കാവാരാധനകളെ എല്ലാം തന്നെ മുറുകെ പിടിച്ചുകൊണ്ട്, അതിനെ പ്രചരിപ്പിച്ചുകൊണ്ട്, അതിനുവേണ്ടി അഹോരാത്രം സംസാരിക്കുകയും അത്തരത്തിലുള്ള ധർമ്മസമരങ്ങളുമായി മുന്നിട്ടിറങ്ങിയതിൻ്റെ പേരിൽ മറ്റുള്ളവർക്കൊപ്പം, നമ്മൾ മാത്രമാണെന്ന് നമ്മൾ ഒരിക്കലും പറയില്ല, മറ്റുള്ളവരെ പോലെ തന്നെ നമ്മളും ജയിൽവാസം അനുഭവിക്കേണ്ടി വന്ന വ്യക്തി കൂടിയാണ്. അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ ഇത്തരമൊരു ആചാരം അവർ തെറ്റാണെന്ന് പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ അത്തരം കൂടിയിട്ട് ബലിയാചാരങ്ങളൊക്കെ തെറ്റാണെന്ന് അവർ പറയുമ്പോൾ, അത് അവർ മാത്രം കൂടിയെടുത്തതാണെന്ന് പറയുമ്പോൾ പറയാണ്, അല്ല, നമ്മൾ കൂടിയുള്ള വേദിയിൽ അവർ സംസാരിച്ചിരിക്കുന്നതും ഈ ഒരു മാർഗദർശന മണ്ഡല ആ തീരുമാനത്തിലെത്തിയിരിക്കുന്നതും അവരുടെ മാത്രം തീരുമാനമല്ല. ഈ ഒരു വിഭാഗത്തിൽ നിന്ന് കൗള സമ്പ്രദായത്തിൽ, ശാക്തേയ സമ്പ്രദായത്തിൽ, മലബാര സമ്പ്രദായത്തിലേക്ക് ഒരു ഉൾക്കൊണ്ടുപോകുന്ന ഒരു സന്യാസി, ഒരു ആചാര്യൻ എന്നൊക്കെ നിലയ്ക്ക് നമ്മുടെ കൂടി വാക്കിനെ കേൾക്കാൻ അവർ തയ്യാറായിട്ടുണ്ട്. അതിന് നമ്മുടെ കൃത്യമായ അഭിപ്രായം നമ്മൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ തന്നെ വിശ്വാസത്തിൻ്റെ പേരുള്ള തൂക്കം അത് നമുക്ക് വേണ്ട. അല്ലെങ്കിൽ മേൽവസ്ത്രധാരണത്തിൻ്റെ പേരുള്ള വിഷയങ്ങൾ, ഷർട്ട് ഇട്ടിട്ട് അകത്ത് കയറാം, അല്ല ഷർട്ട് ഇടണ്ട എന്ന് പറയരുത്, എല്ലാവരും ഷർട്ട് ഇട്ട് തന്നെ കയറിക്കോ എന്നുള്ളൊരു നിയമം വരുന്ന നേരത്തെ ഇതിനെക്കുറിച്ച് നമ്മുടെ അഭിപ്രായം നമ്മൾ ആദ്യം സമൂഹത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. അത് അവിടെയും വേണ്ടപ്പെട്ട സന്യാസി വര്യന്മാരോട് പറഞ്ഞിട്ടുണ്ട്. രേഖാമൂലം അത് എഴുതി കൊടുക്കുകയും ചെയ്യും. അവർ പറഞ്ഞിരിക്കുന്നതും ഇനി രേഖ പറയാൻ പറ്റാതെ എഴുതി തന്നാൽ മതി എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എഴുതി കൊടുക്കുകയും ചെയ്യണം. കാരണം എന്താണ്, സമാജം ചിന്തിക്കുന്നത് ഒരു വലിയേട്ടൻ മനോഭാവമല്ല. മാർഗദർശന മണ്ഡലനാണെങ്കിലും ശരി, അവർക്കും ആ വലിയേട്ടൻ മനോഭാവമില്ല. സമാജത്തിൻ്റെ മൊത്തത്തിലുള്ള ആവശ്യങ്ങളും താല്പര്യങ്ങളും മാനിച്ചുകൊണ്ട് മാത്രമേ സംഘടനകളായാലും സന്യാസി സമൂഹമായാലും ആചാര്യന്മാരായാലും ഇനി മുന്നോട്ട് പോവുകയുള്ളൂ എന്നത് തന്നെയാണ് നമ്മുടെ എല്ലാവരുടെയും തീരുമാനം. അല്ലാണ്ട് ഇതുവരെ നാളിതുവരെ ഉണ്ടായ രീതിയിൽ ഞങ്ങൾ പറയും, നിങ്ങൾ കേൾക്കും, ഞങ്ങളാണ് ഹൈന്ദവികതയുടെ കുത്തകാവകാശം എന്നൊരു ധാരണ ആർക്കെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഇന്നതില്ല, ഇനി അങ്ങോട്ട് ഉണ്ടാകുകയുമില്ല. ആ രീതിയിലേക്ക് സമൂഹം മാറിയിട്ടുണ്ട്. കാരണം എന്താണ്, എല്ലാവരെയും കേട്ടാൽ മാത്രമേ നമുക്ക് ഐക്യപ്പെട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ എന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, ആചാരങ്ങളുടെ പേരിൽ നടക്കുന്ന തൂക്കം നിരോധിക്കണമെന്ന് പറഞ്ഞപ്പോൾ നമ്മളവിടെ അറിയിച്ചിരിക്കുന്നത്, ഇത്തരത്തിലുള്ള കാര്യം നിശ്ചയിക്കേണ്ടത് നമ്മളല്ല. തൂക്കം എന്ന് പറയുന്ന ആചരണം ഇവിടെ വേണോ എന്ന് ചോദിച്ചാൽ നമുക്ക് നമ്മുടേതായ അഭിപ്രായമുണ്ട്. എന്നാൽ നമ്മുടെ അഭിപ്രായത്തിനല്ല അവിടെ പ്രാധാന്യം. അത് വേണമെന്നോ വേണ്ട എന്നോ ഒന്നുമല്ല, എന്തോ ആവട്ടെ, നമ്മുടെ അഭിപ്രായം എന്തോ ആവട്ടെ. അത് ആചരിച്ച് അനുഷ്ഠിച്ച് വിശ്വസിച്ചു പോരുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അവരുടെ താല്പര്യത്തെ വിചാരം ചെയ്തുകൊണ്ട് അതിൻ്റെതായി കൃത്യമായി ചെയ്തുകൊണ്ടിരിക്കുന്ന ആചാര്യന്മാരോട് ചോദിച്ച് അതിനെന്തെങ്കിലും വിശ്വാസപരമോ ശാസ്ത്രീയപരമോ അല്ലെങ്കിൽ പൗരാണികപരമോ ചരിത്രപരമോ ആയിട്ടുള്ള എന്തെങ്കിലും പാരമ്പര്യ അവകാശം ഈ സനാതനത്തിൽ അവകാശപ്പെടാനുണ്ടെങ്കിൽ അതിനെ അർത്ഥത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയായിരിക്കണം നാം അതിനെ നിരോധിക്കുകയോ സ്വീകരിക്കുകയോ ചെയ്യേണ്ടത് എന്നാണ് നമ്മൾ അവരോട് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് അവിടെ കേട്ടിരുന്നിട്ടില്ല. എന്നാൽ പിന്നെ അവിടെ ഇരുന്ന് ബഹളം വെക്കണോ? വേണ്ട. നമ്മെ ഈ പറയുന്ന ആചാരങ്ങളുടെ പ്രതിനിധിയായിട്ട് നമ്മെയെങ്കിലും വിളിച്ചിട്ടുണ്ടെങ്കിൽ, നമുക്കത് ചെവിയിൽ പറയാൻ അവസരമുണ്ടെങ്കിൽ, പിന്നെ എന്തിന് വിദ്വേഷത്തിൻ്റെതായിരിക്കുന്ന ഒരു സംസാരം, എന്തിനവിടെ തർക്കം, എന്തിനവിടെ വാഗ്വാദങ്ങൾ? നമുക്ക് അത്തരത്തിൽ പരിഹരിച്ചുകൂടെ? ആ പരിഹാരമാണ് സമാജം ഇന്ന് ആഗ്രഹിക്കുന്നത്. നമ്മൾ ഒരിക്കലും മറ്റു പ്ലാറ്റ്ഫോമിൽ ഇരുന്നു കൊണ്ട് വാഗ്വാദങ്ങളോ തർക്കവാദങ്ങളോ ആവശ്യമില്ല എന്ന് പറയാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. നമ്മുടെ ഈ ഭാഗത്തുനിന്ന് പറയാൻ നമുക്കൊരവസരം കിട്ടുമ്പോൾ നാം പറയുന്നു, അല്ല മറ്റൊരാൾക്കാണെങ്കിൽ നമ്മൾ അവരോട് പറയുക. അങ്ങനെ നമുക്ക് ഒരുമിച്ച് പോകാം. സന്യാസി സമൂഹം പോലും ഒരു കാലത്ത് അസംഘടിതരായിരുന്നു. അവർ സംഘടിച്ചുകൊണ്ട് ഒന്നിച്ച് നിൽക്കുന്നത് കൊണ്ടാണ് അവർക്ക് ശക്തിയുള്ളത്. എന്നാൽ ശാക്തേയ കൗള മലബാര സമ്പ്രദായത്തിൻ്റെ ഈ ഒരു സമൂഹത്തിൽ അസംഘടിതാവസ്ഥ വളരെ കൂടുതലാണ്. അതൊരു സംഘടിത ഭാവത്തിലേക്ക് വന്നുകൊണ്ട് മുന്നോട്ട് പോവുക മാത്രമാണ് ചെയ്യേണ്ടത്. ആ സംഘടിത ഭാവത്തിനാണ് ജനാധിപത്യ രാജ്യത്തെ എന്നും ശക്തിയുള്ളൂ. അപ്പം അത് മനസ്സിലാക്കുക. നമ്മളുടെ പ്രാതിനിധ്യത്തോടു കൂടി ഒരാളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ, ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രാതിനിധ്യം അറിയിക്കാൻ കൂടി വേണ്ടിയിട്ടാണല്ലോ MP മാരും MLA മാരും മന്ത്രിമാരൊക്കെ
അല്ലെങ്കിൽ ഒരു സെക്ഷന്റെ ഭാഗം പറയാൻ, ഇത് പറഞ്ഞ പോലെ ശാക്തേയ മലബാര കൗളത്തിന്റെ ഭാഗം പറയാൻ നമുക്കൊരു അവസരം ലഭിച്ചിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് നമ്മളുണ്ട്. ഭാവിയിൽ ഓരോരുത്തരും ഉണ്ടാകും തീർച്ചയായിട്ടും. നമ്മൾ അങ്ങനെ ഓരോ സമ്പ്രദായത്തിൻ്റെയും പാരമ്പര്യത്തിലെ ആചാര്യന്മാർക്ക് വേണ്ടി എന്നും നിലകൊള്ളും. അല്ലാണ്ട് നമ്മൾ ഒറ്റയ്ക്ക് എന്നുള്ളതല്ല, എന്നും നിലകൊള്ളും. അവിടെ ആരൊക്കെയാണോ അവരൊക്കെ അവരുടേതായ പ്രാതിനിധ്യം ഉറപ്പിക്കും, ആചാര്യന്മാരുടെയൊക്കെ പ്രത്യേകിച്ച്. ഇപ്പം നമുക്ക് തന്നെ അറിയാം, ശാക്തേയ വിഷയങ്ങളൊക്കെ ഉണ്ടാകുന്ന നേരത്ത് ശാക്തേയത്തിന് വേണ്ടി തന്നാലാകുന്ന വിധം, അത് ഓൺലൈൻ മാധ്യമത്തിലൂടെ ആവാം, ഓഫ്ലൈൻ ആയിട്ടായിരിക്കാം, വാക്കുകളിലൂടെ ആയിരിക്കാം, എഴുത്തുകളിലൂടെ ആയിരിക്കാം, പ്രവൃത്തികളിലൂടെ ആയിരിക്കാം, ഒക്കെ ദിനം ഓരോന്ന് പ്രവർത്തിച്ചു വരുന്ന ആചാര്യന്മാരും സാധകരും വിശ്വാസികളുമുള്ള നാടാണ് നമ്മുടേത്. അതുകൊണ്ട് തന്നെ അവർക്കൊക്കെ അവസരം ലഭിക്കേണ്ടിടത്ത് അവർ അവസരം കൊടുത്തില്ലെങ്കിൽ അവിടെയും നമ്മൾ തന്നെ എന്നൊരു ഭാവം ഒരിക്കലും നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാവില്ല, അവർ തന്നെയായിരിക്കും. കൊടുങ്ങല്ലൂരിൽ കോഴിവെട്ട ആചരണം ആചരിച്ചതിൻ്റെ പേരിൽ ജയിലിൽ കിടന്ന് നമ്മൾ മാത്രമല്ല, മറ്റ് ആചാര്യന്മാരും അവരുടെ ശിഷ്യന്മാരുമുണ്ട്. അത്തരം ആചാര്യന്മാരെ കേൾക്കേണ്ടിടത്ത് അത്തരം ആചാര്യന്മാരെ കേൾക്കാതെ അവരെ തിരസ്കരിച്ചുകൊണ്ട് അവരെ മാറ്റി നിർത്തിക്കൊണ്ടൊരു മുന്നോട്ട് പോക്ക് നാം ജീവിച്ചിരിക്കുകയാണെങ്കിൽ നമ്മൾ സമ്മതിക്കില്ല. എന്താണ്? അവരുടെ സഹനം അത്ര വലുതാണ്, അവരനുഭവിച്ച ആ ഒരു പശ്ചാത്തലം വലുതാണ്. ആരും സപ്പോർട്ടില്ലാത്ത കാലത്ത് അവർ ചെയ്യുന്നത്. ഇപ്പോൾ ആരെങ്കിലും സപ്പോർട്ട് ചെയ്യുന്നാൽ അന്ന് സപ്പോർട്ടില്ല. അപ്പോൾ അവരെ മാറുന്ന ചുറ്റുപാടിൽ അവരെ മാറ്റി നിർത്തി പോകാൻ പറ്റുമോ? അല്ല നമുക്ക് അവസരം കിട്ടി മിണ്ടണ്ടെന്നാണോ? അല്ല. എത്ര കാലം കഴിഞ്ഞാലും അവരെയൊക്കെ സമൂഹ മധ്യത്തിൽ ആദരിക്കാത്തടത്തോളം കാലം നമ്മൾ അതിനെ ഉൾക്കൊള്ളുന്നില്ല. ചണ്ടാളബാബയും ചണ്ടാളബാബയുടെ കൂടെ വന്ന കുറേ ആളുകളുമുണ്ട്. ഇതുപോലെ തന്നെയാണ് തൃശ്ശൂർ ജില്ലയിലെ ചങ്ങമ്പള്ളി കളരി എന്ന് പറയുന്ന ഒരു പരമ്പരാഗത കളരി കുടുംബം. ആ കളരി കുടുംബത്തിലെ അവിടുത്തെ ആചാര്യൻ, ഒരു ഗുരുക്കൾ, ആ ഗുരുക്കളും അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരും ആ വിഷയവുമായി ബന്ധപ്പെട്ട് പീഡ അനുഭവിച്ചവരാണ്, ആക്ഷേപങ്ങൾ അനുഭവിച്ചവരാണ്. കാരണം ഒരേ സമയം സ്തുതിഗീതത്തിൻ്റെ ഒപ്പം തന്നെ ഇത് ചെയ്തത് തെറ്റാണെന്ന് പറഞ്ഞതും ഹൈന്ദവർ തന്നെയാണ്. അതുകൊണ്ട് അവരെ മാറ്റി നിർത്താൻ പറ്റില്ല ഈ ഒരു വിഷയത്തിൽ. അവരെ ആചാര്യന്മാരുടെ ഭാഗത്ത് നിന്ന് അവരെ കേൾക്കേണ്ട സമയത്ത് കേൾക്കുക തന്നെ വേണം. അവരെ കേട്ടില്ലെങ്കിൽ അവിടെ നമ്മൾ ചോദിക്കും. ഇതുപോലെ തന്നെയാണ് ഈ സമ്പ്രദായവുമായി ബന്ധപ്പെട്ട് നമുക്കറിയുന്ന ആളാണ് നമ്മുടെ ചാലക്കുടിയുള്ള രാമേശ്വരം പരമ്പരയുടെ ഭാഗമായിട്ടുള്ള കൗള സമ്പ്രദായത്തിൻ്റെ ഒരു ആചാര്യൻ സ്വാമിനാഥൻജി. അദ്ദേഹവും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിരന്തരം പ്രവർത്തിച്ചു വരുന്ന ഒരാചാര്യനാണ്. മറ്റുള്ളവരെ പോലെയല്ല, ശാന്തവും സമാധാനവുമായിട്ടാണ് അദ്ദേഹം മുന്നോട്ട് പോകുന്നത്. അതുപോലെ തന്നെയാണ് നമ്മുടെ മാധവജിയുടെ പരമ്പരയിൽപ്പെട്ട ജയകുമാർ എന്ന് പറയുന്ന വ്യക്തി. അദ്ദേഹത്തിന്റെ തൊഴിൽ ചെയ്യുമ്പോഴും അദ്ദേഹം ഇത്തരം വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്നുണ്ട്. ഡോക്ടർ ശ്രീനാഥ് കരിയാട്ട്, രാമാനന്ദ്, ഇവരൊക്കെ ഈ വിഷയം സംസാരിക്കാറുണ്ട്. അതുപോലെ തന്നെയാണ് ഈ സമ്പ്രദായമല്ലെങ്കിലും ഗുരുമൂർത്തി, കോഴിക്കോടുള്ള ഗുരുമൂർത്തി, അദ്ദേഹം വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്ന ആളാണ്, ഈ വിഷയത്തിന് വേണ്ടി സംസാരിക്കുന്ന ആളാണ്. അങ്ങനെ ഒത്തിരി എണ്ണിയാൽ ഒടുങ്ങാത്ത ആൾ. ഇപ്പോൾ പേര് ഇനി അതുപോലെ തന്നെയാണ് ഇപ്പോൾ വടക്കൻ കേരളത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഒത്തിരി കോമരങ്ങൾ. നമുക്ക് പേരറിയുന്ന ഒരാളേ ഉള്ളൂ, അത് വായിൽ വരുന്നില്ല, അതുകൊണ്ടാണ് വരുമ്പോൾ നമ്മൾ എന്തായാലും പറയും. രൂപേഷ് ഉച്ചുമ്മൽ, നമ്മൾക്ക് പേരറിയുന്നൊരു വ്യക്തിയാണ് രൂപേഷ് ഉച്ചുമ്മൽ. അദ്ദേഹം ആ ഒരു മേഖല കോമരങ്ങളുമായി ബന്ധപ്പെട്ട് അത്തരം മേഖലയിൽ അവിടെ പ്രവർത്തിച്ചു വരികയാണ്. ഇത് മാത്രമാണല്ല, അവിടെ തെയ്യം കെട്ടുന്ന തിറ കെട്ടുന്ന ആളുകളുണ്ട്. അപ്പം അങ്ങനെ എത്ര തിരുവനന്തപുരത്ത് നമുക്ക് അറിയുന്ന ആളാണ് കാശി. അവരൊക്കെ നമ്മളോട് കുലാചാരവുമായി ബന്ധപ്പെട്ട് സംസാരിച്ചിട്ടുള്ളവരാണ്. പാലക്കാട് നിൽക്കുന്ന വിനുവാണെന്ന് തോന്നുന്നു വെളിച്ചപ്പാടിൻ്റെ പേര്, അദ്ദേഹത്തിൻ്റെ പേര് തെറ്റിയെങ്കിൽ ക്ഷമിക്കുക. വെളിച്ചപ്പാട് സംഘത്തിൻ്റെ ഒരു സ്ഥാനം വഹിക്കുന്ന ആളാണ് അവർ. ഗിരീഷ് ഭഗവതി, അദ്ദേഹം തൻ്റെ ആ ഒരു പ്രവർത്തനം കൊണ്ട് തൻ്റെ ആ ഭഗവതി സ്ഥാനം, അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക, അവിടെ അവർക്കുണ്ടായിരുന്ന ഒരു സ്ഥാനം കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ പടനായകനായിരുന്നു. അദ്ദേഹത്തിൻ്റെ സ്ഥാനം അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു. അത്തരം ആളുകളെ കേൾക്കേണ്ട സമയത്ത് കേട്ടുകൊണ്ട് അവർക്ക് പറയാനുള്ളത്, അവരുടെ ആശങ്കയും ഈ ഒരു സന്യാസി സമൂഹത്തിൻ്റെ മുന്നിൽ വെക്കുക എന്നുള്ളൊരു ഉത്തരവാദിത്വം കൂടി നമ്മൾ ഏറ്റിട്ട് തന്നെയാണ് അവിടെ ഇരുന്നത്. ഇനി അല്ല അവർക്ക് നമ്മളെ സ്വീകാര്യമല്ലെങ്കിലും അവരെ ആരെങ്കിലും വിളിക്കുന്നുണ്ടെങ്കിൽ അവിടെ വിളിക്കേണ്ടടുത്ത് വിളിക്കണം എന്ന് പറയാൻ നമ്മളെപ്പോഴും ഉണ്ടായിരിക്കും. എല്ലാവർക്കും ചിലപ്പോൾ നമ്മുടെ ഈ സമ്പ്രദായത്തിൻ്റെ ആളുകളെ അറിയുന്നുണ്ടായിരിക്കില്ല, പക്ഷെ തീർച്ചയായിട്ടും നമ്മൾ അറിയിക്കും. നമുക്കറിയുന്ന ആളുകളെയൊക്കെ നമ്മളിതുപോലെ, അതുകൊണ്ട് നമ്മൾ എപ്പോഴെങ്കിലും പേരെടുത്ത് പറയുന്നില്ല എന്നിട്ട് നമ്മളെ മനസ്സിലില്ല എന്നോ നമ്മൾ മാറ്റി നിർത്തി എന്നൊന്നും അതിന് അർത്ഥമില്ല. നമ്മുടെ മനസ്സിലുള്ളതാണ്, ഈ ആചാര്യന്മാരെല്ലാം നമ്മുടെ മനസ്സിലുള്ളതാണ്. എല്ലാവരും ഒരുമിച്ചിരിക്കുന്ന, ഒന്നിച്ച് സംസാരിക്കുന്ന ഒരു വട്ടമേശ നമ്മുടെ സ്വപ്നവുമാണ്. അത് സംഭവിക്കണം. അപ്പോൾ ആ രീതിയിൽ ഇവർക്കൊക്കെ വേണ്ടിക്കൊണ്ട് തന്നെയാണ് നമ്മൾ പറയുന്നത്, തൂക്കത്തെക്കുറിച്ച് നമ്മൾ വേണ്ട എന്ന് പറയുകയല്ല, അത് വേണ്ട എന്ന് നിശ്ചയിക്കേണ്ടത് അത് ചെയ്യുന്നവരാണ്.
നമ്മളെ സംബന്ധിച്ച് തൂക്കം വേണ്ട എന്നുള്ളൊരു അഭിപ്രായം നമുക്കില്ല. പക്ഷെ ഒന്നുണ്ട്, പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ, അത് മറ്റൊരു മതത്തിൻ്റെതായിരിക്കുന്ന ചേലാകർമ്മമാണെങ്കിലും ഈ ആചാരമാണെങ്കിലും ശരി, പ്രായപൂർത്തിയാകാത്ത കുട്ടികൾക്ക് ഇപ്പോൾ ചേലാകർമ്മം പോലും ചിലപ്പോൾ ഡോക്ടർ ചിലപ്പോൾ നമ്മോട് പറയും ഈ സുന്നത്ത് നടത്തുകയൊക്കെ അഗ്രചർമ്മം ഛേദിക്കൽ, അല്ലാണ്ട് വിശ്വാസപരമായിട്ട് വേണ്ടാന്നേ പറഞ്ഞുള്ളൂ. അപ്പോൾ പ്രായപൂർത്തിയാകാതെ നടക്കുന്ന, ശരീരത്തിൽ നടക്കുന്ന ശൂലം കുത്തലായാലും ശരി, കമ്പിയിൽ കോർക്കലായാലും ശരി, അത് ആ കുട്ടിക്കോ ഒന്നും ഒരു ധാരണയും ഇല്ലാതെ മാതാപിതാക്കളുടെയോ മറ്റുള്ളവരുടെയോ താല്പര്യത്തിൻ്റെ മുകളിൽ, പ്രാർത്ഥനയുടെ മുകളിലാണെങ്കിൽ അതൊന്നും ശരിയല്ലാത്ത രീതിയാണ് എന്നൊരു അഭിപ്രായം നമുക്കുണ്ട്. അത്രയുള്ള അഭിപ്രായമാണ്. എന്നാൽ പ്രായപൂർത്തിയും പക്വതയും ആ ആചാരത്തിനോടുള്ള അതിയായ വിശ്വാസവും അനുഭവങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ, അവർക്കത് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അത് അശാസ്ത്രീയമാകട്ടെ, അതവർ ചെയ്തോട്ടെ എന്ന് തന്നെയാണ് നമ്മുടെ അഭിപ്രായം. അതവർ ചെയ്തോട്ടെ. എന്താണ്? അത് അവരുടെ വിശ്വാസമാണ്. അതിൻ്റെ ശാസ്ത്രീയത അന്വേഷിക്കാൻ നമ്മളാളല്ല. അതിൻ്റെ പ്രത്യേകിച്ച് വിശ്വാസത്തിൻ്റെ ശാസ്ത്രീയത പൂർണ്ണമായിട്ടും അംഗീകരിച്ച് ഉൾക്കൊള്ളാനൊന്നും സാധ്യമല്ല. അതാണ് നമ്മുടെ പക്ഷം. ഒന്നും നിരോധിക്കുക എന്നൊരു കാഴ്ചപ്പാട് നമുക്കില്ല. പണ്ട് മദ്യത്തിൻ്റെ കാര്യം എന്നല്ല, ഒന്നും നിരോധിക്കുക എന്നുള്ളതല്ല നമ്മുടെ നിലപാട്. നിരോധിക്കപ്പെടേണ്ടതാണെങ്കിൽ ആരാണോ അത് നിരോധിച്ചാൽ ഗുണം കിട്ടുന്നത് അവർക്ക് തോന്നണം എന്താണ് ഇത് വേണ്ട എന്നുള്ളത്. അപ്പോൾ തൂക്കം തെറ്റായ ഒരു പ്രവണതയാണെങ്കിൽ വളർന്നു വരുന്ന തലമുറ അതിനെ ബോധ്യപ്പെടുമെന്നാണ് നമ്മുടെ കാഴ്ചപ്പാട്. പക്ഷെ നിർബന്ധിതമായിട്ട് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ആരെങ്കിലും ഏതെങ്കിലും കുട്ടിയിൽ അത് പ്രയോഗിക്കുന്നു എങ്കിൽ അതിനോട് നമുക്ക് യോജിപ്പില്ല എന്ന് തുറന്നു പറഞ്ഞുകൊണ്ട് തന്നെ തൂക്കത്തിനെ നമ്മൾ അംഗീകരിക്കുന്നു. തൂക്കം മാത്രമല്ല, അത്തരം ആചാരങ്ങൾ, ശൂലം കുത്തല്, പിന്നെ കുത്തിയോട്ടം, ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ തന്നെ അങ്ങനെയാണ് നമ്മൾ കാണുന്നത്. കുട്ടികളെ ഇത്തരത്തിൽ ശരീരം വേദനിപ്പിക്കുന്നത്, നമ്മൾ ഡോക്ടേഴ്സ് പോലും ഇന്ന് ഇഞ്ചക്ഷൻ ചെയ്യുന്നില്ല ചെറിയ കുട്ടികൾക്ക്, ക്യാപ്സ്യൂളും മറ്റുള്ള സംഭവങ്ങൾ, സിറപ്പൊക്കെ കൊടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ഒരു കാര്യത്തിലും അതേ നിലപാടാണ് നമുക്ക്, അവരറിയാത്തതുകൊണ്ട്. അപ്പോൾ ഇനി അടുത്തതാണ് മേൽവസ്ത്രം. ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ ഉണ്ടാകുന്ന മേൽവസ്ത്രം, അതിന് ഉപയോഗിക്കണം എന്ന രീതിയിലുള്ള ആ ഒരു വിളംബരം. മേൽവസ്ത്രം ഉപയോഗിക്കണം എന്ന് പറയുമ്പോൾ നിർബന്ധിച്ച് കുപ്പായം ഇടിയിപ്പിച്ച് അകത്തു പോകണമെന്ന് ആരും പറഞ്ഞിട്ടില്ല. നിലവിൽ ഒട്ടുമിക്ക ക്ഷേത്രങ്ങളിലും പുരുഷന്മാർ, പുതിയ തലമുറയിലുള്ളവർ ഷർട്ട് അഴിക്കാൻ മടിക്കുന്നുണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഷർട്ട് അഴിക്കാൻ പറഞ്ഞാൽ എന്താണ് ഉണ്ടാവുക? അല്ലെങ്കിൽ പാൻറ് ഇടണ്ട എന്ന് പറഞ്ഞാൽ എന്താണ് ഉണ്ടാവുക? അധിക ആളുകളും പാൻസും ഷർട്ടും ഒക്കെയാണ് ധരിക്കുന്നത്. അപ്പം അങ്ങനെയുള്ളവരെന്ത് ചെയ്യും? ക്ഷേത്രത്തിൽ കയറില്ല. ക്ഷേത്രത്തിൽ കയറാതിരുന്നാലോ നമ്മുടെ സമൂഹം പിന്നെ ക്ഷേത്രത്തിൽ നിന്ന് അകലുകയും ക്ഷേത്ര സംസ്കാരം ഇല്ലാതാവുകയും ആ ഒരു ക്ഷേത്ര സങ്കേതം മറ്റെന്തെങ്കിലുമായി പരിണമിക്കുകയോ അല്ലെങ്കിൽ അതിൽ ഭക്തരില്ല എന്ന കാരണത്താൽ പിന്നീട് പൊളിച്ചു കളയാനുള്ള നിയമങ്ങൾ കൊണ്ടുവരികയും ചെയ്യും. ഒരു സംശയമില്ല, ആവശ്യമില്ലാത്ത പൊളിച്ചു കളയാന്നാ പറയുക. അപ്പം അതില്ലാതിരിക്കണമെങ്കിലോ പുതുതലമുറയ്ക്ക് അകത്ത് കയറാൻ കഴിയണം. ഷർട്ട് അഴിച്ചു കയറുന്നത് പൂണൂല് കാണാനാണെന്ന അഭിപ്രായം നമുക്കില്ല. അതൊക്കെ തെറ്റായ സന്ദേശമാണ്. ഷർട്ട് അഴിച്ചു കയറുന്നത് അതിൻ്റെ ഫിലോസഫിയാണ്. ഞാനെന്ന ഭാവത്തിനെ ഇല്ലാതെ വെച്ചാൽ അന്നമയ കോശത്തിൻ്റെ പ്രതീകം, അതൊന്ന് ഷർട്ട് അഴിച്ച് കാണിക്കുന്നു. പൂർണ്ണമായി ഉള്ളിലേക്ക് എത്തുമ്പോൾ, ആനന്ദമയ കോശത്തിലെത്തുമ്പോൾ അതിൻ്റെയൊക്കെ സിംബോളിക് ആവിഷ്കാരം മാത്രമാണ് ക്ഷേത്രം. അല്ലാണ്ട് ഇത് വേറൊന്നുമല്ല, കുണോല് കാണാനൊന്നുമല്ല. അതൊക്കെ പിന്നെ ശാന്തിക്കാരനും കഴകക്കാരനും ജാതിവാദികൾക്കൊക്കെ തോന്നും എന്നുള്ള ശിക്ഷ. സത്യത്തിൽ അതല്ല അതിൻ്റെ അടിസ്ഥാനം. അപ്പം അങ്ങനെ വരുമ്പോൾ ഷർട്ട് ഒരു നിർബന്ധ വസ്തു ആകരുതേ എന്ന് പറയുമ്പോൾ അതിനെ നമ്മൾ സ്വാഗതം ചെയ്യുന്നു. എന്നാൽ നിർബന്ധിച്ച് ഷർട്ട് ഇടിപ്പിക്കണം എന്ന് പറഞ്ഞാലോ അത് ഒരു കാലത്ത് നമ്മൾ മേൽവസ്ത്രം ധരിക്കരുതേ എന്ന നിയമം പോലെയാണ്. നിർബന്ധ ബുദ്ധി ഉണ്ടാവാൻ പാടില്ല. ഒരുപാട് ആൾക്കാർ ഷർട്ട് ഇടുമ്പോൾ എല്ലാവരും ഇടും. എന്താണ്, ആർക്കും ഷർട്ട് അഴിച്ചോളണമെന്നൊന്നുമില്ല. ശ്രീകോവിലൊക്കെ ഷർട്ട് കയറി പറഞ്ഞാൽ എത്ര ബുദ്ധിമുട്ടാണ് കേരളത്തിലൊക്കെ എല്ലാവർക്കും അറിയാം. എന്താണ്, അത്ര കണ്ട് ചൂടായിരിക്കും നമ്മളുടെ ഈ പ്രദേശങ്ങളിലൊക്കെ. അതുകൊണ്ട് ശാന്തിക്കാരുടെ കാര്യമൊക്കെ നന്നായി വിചാരം ചെയ്യേണ്ട. ശാന്തിക്കാർ ഷർട്ട് അഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കും ഷർട്ട് അഴിക്കാൻ വേണമെങ്കിൽ വേണ്ട. പക്ഷെ കാലാനുസൃതമായി മാറ്റം വേണം, എല്ലാവരും ഉൾക്കൊള്ളണം. ഈ ഷർട്ട് ഇട്ട് കയറുക എന്ന് പറഞ്ഞപ്പോൾ മത്സ്യമാംസാദികളുടെ കാര്യം നമ്മളൊന്ന് പറയാം. മത്സ്യമാംസാദികൾ കഴിച്ചുകൊണ്ട് ക്ഷേത്രത്തിലേക്ക് കയറാൻ പാടില്ല, അല്ലെങ്കിൽ അത് കഴിച്ച് 10 ദിവസം കഴിഞ്ഞ് കയറിയാൽ മതി എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. അങ്ങനെ ഉണ്ടാകുമ്പോൾ എന്താ ചെയ്യുക? മത്സ്യവും മാംസവും എല്ലാ ഹിന്ദുക്കളും അല്ല, എല്ലാവരും ഉപേക്ഷിക്കില്ല. അവർ കഴിക്കാൻ ഒരു അമ്പലത്തിൽ പോകില്ല. മറിച്ച് എന്ത് വേണം? നിങ്ങൾ എന്ത് കഴിച്ചു എന്നുള്ളതല്ല, നിങ്ങളുടെ അകം ശുദ്ധമായിരിക്കട്ടെ, നിങ്ങളുടെ ബാഹ്യമായിട്ടും തന്നെ നിങ്ങൾക്ക് ശുദ്ധി ഉണ്ടാകട്ടെ. ഭക്ഷണമല്ല, അത് ആവശ്യത്തിന് കഴിക്കൂ, അത് ഊർജം നൽകുന്ന ഭക്ഷണത്തെ കഴിക്കൂ, അത് അസുഖമുണ്ടാക്കാത്ത ഭക്ഷണത്തെ കഴിക്കൂ, ദഹിക്കുന്ന ഭക്ഷണത്തെ കഴിക്കൂ. ദഹനമൊക്കെ നിശ്ചയിക്കുന്നത് അതൊക്കെ നമ്മുടെ ശരീരപ്രകൃതമാണ്.
വേവിച്ച് കഴിക്കേണ്ടത് വേവിച്ച് കഴിക്കൂ, പച്ചക്ക് കഴിക്കേണ്ടത് പച്ചക്ക് കഴിക്കൂ. ഇങ്ങനെയൊക്കെ പ്രചരിപ്പിച്ചുകൊണ്ട് ഇതിലൊരിക്കലും വിദ്വേഷമോ തെറ്റിദ്ധാരണയോ ഇല്ലാത്ത രീതിയിൽ ശാസ്ത്രീയമായി ഉൾക്കൊണ്ടുകൊണ്ട് അത്തരം കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോകണം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്തായി? ഹിന്ദുക്കൾ പങ്കെടുക്കും. ആർത്തവമുള്ള സ്ത്രീകൾ ക്ഷേത്രത്തിൽ കയറണ്ട എന്ന് പറഞ്ഞത് അവർ അശുദ്ധരായതുകൊണ്ടല്ല, അവർ ആ സമയത്ത് റെസ്റ്റ് എടുക്കേണ്ടവരാണ്, അതുകൊണ്ട് മാത്രമാണ്. പിന്നെ ബ്ലഡ് മുറിയിലിരുന്നാലും വേറെ എവിടെയെങ്കിലും ഇരുന്നാലും അത് പുറത്തിരിക്കുമ്പോൾ അത് രോഗങ്ങൾ പകരാൻ കാര്യമാകും, അവർക്ക് തന്നെ ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് ആ വ്യക്തിക്ക് തന്നെ ദോഷമുണ്ട്, അതുകൊണ്ടാണ് എന്നൊക്കെ വളരെ വ്യക്തമായി നമ്മൾ പ്രചരിപ്പിക്കേണ്ടതുണ്ട്. ആ ഒരു അർത്ഥം തന്നെയുള്ളൂ ഇവിടെ സന്യാസി സംഗമവും ഈ ഒരു വിഷയത്തിൽ കൊടുത്തിരിക്കുന്നതെന്ന് നമ്മൾ വിശാല ഹൃദയത്തോടുകൂടി കേൾക്കാനും മനസ്സിലാക്കാനും പ്രചരിപ്പിക്കാനും തയ്യാറാവുക. അടുത്തതാണ് ഗുരുപദിഷ്ടമല്ലാത്ത മദ്യമാംസാദികൾ കൊണ്ടുള്ള ആചരണം. അതിനെ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. എന്നാൽ ശാസ്ത്രീയമായതിനെയോ അതിനെ പിന്തുടരുകയും അതിന് വേണ്ട പിന്തുണ കൊടുക്കുകയും വേണമെന്നാണ് 5ാമത്തെ പോയിന്റ്. എന്നാൽ ഗുരുപദിഷ്ടം എന്ന വാക്ക് പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാതെ പോകും. ഇവിടെ മദ്യവും മത്സ്യവും മാംസവും ഒന്നും വെച്ച് പൂജിക്കണ്ട എന്നല്ല മാർഗദർശമണ്ഡലിലൂടെ സന്യാസി സമൂഹത്തിന് വേണ്ടിയിട്ടുള്ള ആ ഒരു വിളംബരം വന്നിരിക്കുന്നത്. ഗുരുപദേശം എന്താണ്? നമ്മൾ ഇന്നൊരു LKG പോവുകയാണെങ്കിൽ ഒരു ടീച്ചറുണ്ട്, ഒരു മേസൺ പണിക്കാരനൊരു ഗുരുവുണ്ട്, ഒരു ഓട്ടോ ഓടിക്കുന്നവന് ഗുരുവുണ്ട്. ഏതിനും ഗുരുവുണ്ടാകുമ്പോൾ പൂജാ പദ്ധതിക്ക് ഗുരു വേണ്ടേ? നെയ്യഭിഷേകം കഴിക്കുന്ന, അതുപോലെ തന്നെ തേങ്ങ കൊണ്ട് ഗണപതി ഹോമം നടത്തുന്ന ആളുകളെല്ലാം തന്നെ ഗുരുപദേശത്തോടു കൂടിയാണ് സഞ്ചരിക്കുന്നത് എങ്കിൽ ഒരു മൃഗത്തിന്റെ ജീവൻ എടുക്കുന്ന, ഒരു പക്ഷിയുടെ ജീവൻ എടുക്കുന്ന, കുടുംബം തന്നെ നശിപ്പിക്കുന്ന മദ്യം അതിനെ ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഗുരു വേണ്ടേ? ഗുരു ഇല്ലെങ്കിൽ എന്തുണ്ടാകും? അവൻ കണ്ടിരിക്കുന്ന അവന് മുമ്പേ ചെയ്തവൻ, അത് അച്ഛനാകാം, അമ്മയാകാം, മറ്റു ഗുരു തന്നെയാകാം, മുമ്പേ ചെയ്തവൻ മദ്യം വയ്ക്കുന്നു, മദ്യം കഴിക്കുന്നു, കോഴിയെ വിളിക്കുന്നു, കോഴിയെ വെട്ടുന്നു, ആടിനെ വെട്ടുന്നു, പോത്തിനെ വെട്ടുന്നു, എന്നിട്ടത് കൂട്ടാൻ വെക്കുന്നു, തിന്നുന്നു, ചിലർ ചുടുന്നു, ചിലർ കളയുന്നു, ചിലർ കടിച്ചു വലിക്കുന്നു. ഇങ്ങനെയൊക്കെ കാണുന്നു എന്നല്ലാതെ, കണ്ടു ചെയ്യുന്നു എന്നല്ലാതെ അവൻ എവിടെ അവന് അധികാരം സിദ്ധിക്കുന്നു എന്നുള്ളത് സ്വയം ചിന്തിക്കണം. എൻ്റെ അച്ഛൻ ചെയ്തത് കൊണ്ട് എനിക്ക് അധികാരം സിദ്ധിക്കുന്നു എന്ന് പറയുമ്പോൾ ഇന്നലെ നാടുവാഴിയായിരുന്നവൻ ഇന്നും നാടുവാഴിയാകണം, ഇന്നലെ അടിമയായിരുന്നവൻ ഇന്നും അടിമയായിരിക്കണമെന്ന ആ ഒരു സിദ്ധാന്തം തന്നെയാണ് എൻ്റെ അച്ഛൻ ചെയ്ത പൂജകൾ മകനായ എനിക്കും ചെയ്യാം എന്ന ധാരണ. അപ്പോൾ നമ്മൾ അതിനെയും അംഗീകരിക്കണം. അങ്ങനെ വരുമ്പോൾ എന്തായി? ബ്രാഹ്മണ ജാതിക്കാർ ഇന്ന പോലെയാണ്, ഈഴവ ജാതിക്കാർ ഇന്ന പോലെയാണ്, വേട്ടുവൻ ഇങ്ങനെയാണ് എന്ന ആ ഒരു സിദ്ധാന്തം കൂടി അംഗീകരിക്കണ്ടേ? അതുകൊണ്ട് വിചാരം ചെയ്യുക. ഇവിടെ സന്യാസി സംഘം എന്താണ് പറഞ്ഞത്? നമ്മൾ ആരും തന്നെ അച്ഛനും അപ്പൂപ്പന്റെയും പേര് പറഞ്ഞിട്ടല്ല ആദരിക്കപ്പെടേണ്ടത്. അങ്ങനെയല്ല ചണ്ടാള ബാബ പോലും ആ വേദിയിലിരിക്കുന്നത്, ശംഭു ചിദാനന്ദപുരി സ്വാമിജികൾ അവിടെ ഇരിക്കുന്നത്, സത്സ്വരൂപാനന്ദ സ്വാമി അവിടെ ഇരിക്കുന്നത്, അതുപോലെ തന്നെ അമൃതാനന്ദമയി പടത്തിലെ അമൃതാനന്ദപുരി സ്വാമി അവിടെ ഇരിക്കുന്നത്, ബോധാനന്ദ സ്വാമി അവിടെ ഇരിക്കുന്നത്. ആരും തന്നെ ആ വേദിയിലിരുന്നത് അച്ഛൻ അങ്ങനെ സന്യാസിയായിരുന്നു എന്ന പേരിലല്ല, ഒരു പരമ്പരയുടെ ഭാഗമായത് കൊണ്ടാണ്. ആ പരമ്പരയുടെ ഭാഗമാകണമെങ്കിൽ അവിടെ കൃത്യമായ ശിക്ഷണമുണ്ട്. സന്യാസിമാരിൽ തന്നെ ഒരുപാട് 6 സന്യാസിമാരെ കുറിച്ച് പറയുന്നുണ്ടെങ്കിലും സാധാരണ 2ആയി വ്യവഹരിക്കുന്നു, വിദ്വത് സന്യാസിയും വിവിധിഷാ സന്യാസവും. ഈ 2 രീതിയിലെങ്കിലും സന്യാസം ഉണ്ടായിരിക്കണം. ആചാര്യന്മാരാണെങ്കിലോ ആചാരങ്ങളെ പഠിച്ചിരിക്കണം. പഠിക്കുക കണ്ടിട്ട് മാത്രമല്ല, കേട്ടു പഠിക്കേണ്ടതിനെ കേട്ടു പഠിക്കണം, ചെയ്തു പഠിക്കേണ്ടതിനെ ചെയ്തു പഠിക്കണം. എവിടുന്ന് പഠിക്കണം? ആരുപദേശിക്കണം? ശിവൻ ഉപദേശിച്ചു എന്ന് കൊണ്ട് കാര്യമില്ല, ശിവൻ ഗുരുവായി വർത്തിക്കുന്നു എന്നാണ് ഈ ധർമ്മത്തിന്റെ പ്രത്യേകത. അവിടെ തൻ്റെ ഗുരുവിൽ നിന്ന്, ആരാണ് ഗുരു? ഗുരു എന്ന് പറഞ്ഞാൽ തനിക്ക് ആ ജ്ഞാനത്തെ പ്രദാനം ചെയ്യുന്ന, അത് ഏതെങ്കിലും ഒരു വ്യക്തിയല്ല, ഒരു പരമ്പരയുടെ ആളായിരിക്കും, പൊട്ടിമുളച്ച ആളായിരിക്കില്ല. പരമ്പര, അവന്റെ 5 കണ്ണിയെങ്കിലും വളരെ കറക്റ്റ് ആയിട്ടിരിക്കും. സ്വഗുരു, പരമഗുരു, പരമേഷ്ടി ഗുരു എന്ന് പേരെടുത്ത് പറഞ്ഞാലും ഇല്ലെങ്കിലും ശരി, അങ്ങനെ ഉണ്ടായിരിക്കും. എനിക്ക് അച്ഛൻ ഉണ്ടാകുമ്പോൾ എനിക്ക് അച്ഛനുണ്ട്, അച്ഛനൊരു അച്ഛനുണ്ട്, ആ അച്ഛനൊരു അച്ഛനുണ്ട്. അത് പറഞ്ഞ പോലെ ഗുരുവിനൊരു പരമ്പര. അപ്പൊ നമുക്ക് 10 തലമുറ അപ്പുറമുള്ള അച്ഛന്റെ പേര് അറിയണ്ടായിരിക്കില്ല, പക്ഷെ ഒന്നറിയാം, അച്ഛന്റെ പേരും അച്ഛന്റെ പേരും ചിലപ്പോൾ അയാളുടെ അച്ഛന്റെ പേരും അറിയുന്നവരുണ്ടായിരിക്കും. ഈ രീതിയിൽ ഗുരുവിനൊരു പരമ്പര ഉണ്ടായിരിക്കണം, ഒരു സമ്പ്രദായ ബോധം ഉണ്ടായിരിക്കണം, ചെയ്യുന്ന ആചാരത്തിൽ കൃത്യമായ ധാരണ. നിങ്ങൾ നോക്കൂ, പലയിടത്തും നമ്മൾ ചെല്ലുമ്പോൾ കേട്ടിരിക്കുന്നതാണ്. ഇത് പറഞ്ഞിരിക്കുന്നത് ഈ ആചാരം ചെയ്യാത്തവരല്ല, പരമ്പര അനുഷ്ഠിച്ചു വരുന്നവർ പറയുന്നതാണ്. കഴിഞ്ഞ തവണ ഒരു കർമ്മി വന്നു, പോകാൻ നേരത്തെ എടുത്തിട്ടാ കൊണ്ടുവന്നാണ് കള്ളു കുടിച്ച് പൂസായി വീണുപോയി. കള്ളു കുടിച്ച് പരസ്പരം അടിക്കുന്നവരെ നമ്മൾ കണ്ടിട്ടുണ്ട് ഈ പൂജാമണ്ഡലത്തിൽ.
ഈ കൊട്ടിപ്പാടാൻ വന്ന ആളുകളൊക്കെ നമ്മളെ കൂട്ടത്തിലല്ല, അങ്ങനെ കണ്ടിട്ടുണ്ട്. അപ്പം അത്തരത്തിലുള്ള ആളുകൾ ഏത് രീതിയിലാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്? അത് സ്വീകരിക്കണോ നമ്മൾ ഓരോരുത്തരും വിചാരം ചെയ്യുക. അത് പറഞ്ഞ പോലെ തന്നെയാണ് നമ്മുടെ തെയ്യം തിറകളൊക്കെ സമൂഹത്തിൻ്റെ മുന്നിൽ ആക്ഷേപിക്കും വിധം കെട്ടിയാടുന്ന ആളുകളുണ്ട്. അതതിനെ ആക്ഷേപിക്കുകയല്ലേ? ആക്ഷേപിക്കുകയാണെങ്കിൽ അത് നിർത്തലാക്കപ്പെടേണ്ടതല്ലേ? അത് ആചാരവിരുദ്ധമല്ലേ? അപ്പോൾ അതിനെ എതിർക്കണം. അത് ഇതിൻ്റെ ഉള്ളിലാണ് വരിക. ഇതുപോലെ തന്നെയാണ് ആടർത്താലും കോഴിയർത്താലും. അത് തോന്നിയ പോലെ ചെയ്യുകയാണെങ്കിൽ എന്താണ് അവസ്ഥ? അതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? കോഴിയിറച്ചി തിന്നാനാണ് ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. കോഴിയിറച്ചി തിന്നുന്നതിനോട് വിരോധമില്ലല്ലോ. അത് കോഴി ഈ അറക്കുന്ന ഇതിൽ പോയി വാങ്ങിയാൽ മതിയല്ലോ, സ്ലോട്ടർ ഹൗസിൽ നിന്ന് വാങ്ങിയാൽ മതിയല്ലോ. ഏതിറച്ചിയും കിട്ടുമല്ലോ കേരളത്തിലാവുമ്പോൾ. ഇവിടെ ഗോമാതാവ് സങ്കല്പം പോലും ഇല്ലല്ലോ, എല്ലാത്തിനെയും കിട്ടുമല്ലോ. അവ ഇറച്ചി തിന്നാൻ ഇവിടെ പ്രശ്നമില്ല, കള്ളു കുടിക്കാനും പ്രശ്നമില്ല. കാരണം നിയമം തടസ്സമില്ല. നാട് മുഴുവൻ മദ്യഷാപ്പുകളാണ്. ബോധവൽക്കരണം നടത്താണ്ട് അതിൻ്റെ ബോധവൽക്കരണം നമ്മളെവിടെയും കാണുന്നില്ല. മദ്യഷാപ്പുകളാണ്. ഈ മദ്യഷാപ്പുകൾ മാത്രമാണ്. മദ്യത്തെ വിട്ട് മയക്കുമരുന്നുകൾ, അത് എത്ര കണ്ട് ഭീകരമായ മയക്കുമരുന്നുകൾ വളരെ ഈസിയായി കിട്ടുന്നൊരു നാടായി നമ്മുടെ ഈ കേരളം മാറിയിരിക്കുന്നു. അതിൻ്റെ പേരിൽ നടക്കുന്ന ഈ സ്കൂൾ കോളേജ് കുട്ടികൾ നടക്കുന്ന അക്രമങ്ങൾ നമ്മൾ കാണുന്നതാണ് ദിനം ദിനം. ഒരു കുട്ടിയെ 3 ദിവസം അടിച്ചു കൊന്നത് നമ്മൾ കണ്ട. അതിന് കാരണം എന്താ? അതവൻ്റെ രാഷ്ട്രീയമായിട്ടല്ല നാം കാണുന്നത്. അങ്ങനെ ഒരു രാഷ്ട്രീയവും ഇവിടെ ഇല്ല. നമ്മളങ്ങനെ രാഷ്ട്രീയം പറയുന്നില്ല. അങ്ങനെ രാഷ്ട്രീയ പാർട്ടിയും പഠിപ്പിക്കുന്നില്ല. നമുക്കറിയാം. നമ്മൾ പഠിക്കുന്ന കാലത്ത് ഈ പറയപ്പെട്ട മുഖ്യധാര രാഷ്ട്രീയ പാർട്ടിയൊക്കെ നമ്മുടെ കോളേജ് വിദ്യാഭ്യാസ കാലത്ത് നമ്മൾ മനസ്സിലാക്കിയതാണ്. അതുകൊണ്ട് അങ്ങനെ രാഷ്ട്രീയ പാർട്ടിയും പഠിപ്പിക്കുന്നില്ല. പിന്നെ എവിടെ നിന്ന് കിട്ടിയവൻ ആ സ്വഭാവം? അത് അവൻ ഇവിടെ നിന്ന് കിട്ടിയ ലഹരിയിൽ നിന്ന് കിട്ടിയതാണ്. ലഹരി സ്വാമിജി പറഞ്ഞ പോലെയാണ്. സ്വാമി സമ്മേളനത്തിൽ ലഹരിയുണ്ട്. ആ ലഹരി സൗന്ദര്യ ലഹരി, ആനന്ദ ലഹരിയൊക്കെയാണ്, ജീവൻ മുക്തി ലഹരിയൊക്കെയാണ്. എന്നാൽ ആ ലഹരിയെക്കുറിച്ചല്ല നമ്മളിവിടെ പറയുന്നത്. അത് മയക്കുമരുന്നുകളുടെ ലോകത്തെക്കുറിച്ചാണ്. അപ്പോൾ അങ്ങനെ മയക്കുമരുന്നും മദ്യത്തിനൊക്കെ അടിമപ്പെട്ടിട്ട് ഇതൊക്കെ ആത്മീയതയുടെ കഞ്ചാവ് അടിച്ചുകൊണ്ട് ഞാൻ അഘോരി സ്വാമിയാണെന്ന് പറയുകയും അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. നമ്മളെ കാണാനൊരു ചെറുപ്പക്കാരൻ വന്നപ്പോൾ ഞാൻ ഗഞ്ചായ അടിച്ച് ഒരുപാട് നേരം പാറയിൽ ഇരുന്നിട്ട് അഘോരമന്ത്രം ജപിച്ചിട്ടുണ്ട് സ്വാമി, ഇവിടെ അതിന് പറ്റുമോ എന്ന് ചോദിച്ചു വന്ന ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ട്. താടിയും ചടയൊക്കെ ഇറക്കി. ഈ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ സമ്പ്രദായം എന്ന് പറഞ്ഞാൽ കള്ളും കോഴിയും കഞ്ചാവുമാണെന്ന് കരുതുന്നവർ ഇന്നുമുണ്ട്. അപ്പം അവിടെയാണ് നമ്മൾ. അതുകൊണ്ട് ഗുരു എന്നൊരു സങ്കല്പമല്ല, ഗുരു എന്നൊരു ബോധ്യമുണ്ടാകണം, പരമ്പരയുണ്ടാകണമെന്ന് സന്യാസി പറഞ്ഞാൽ അത് സന്യാസി പറഞ്ഞല്ലോ എന്ന് നമ്മൾ കരുതണം. അത് വേണോ വേണ്ടയോ? നമുക്ക് അച്ഛൻ വേണമെന്നുള്ളത് നമ്മളുടെ കാര്യമല്ലേ? അച്ഛൻ എന്നത് വിശ്വാസമല്ല. അച്ഛൻ എന്നൊരു ഫോട്ടോ കണ്ട് മാത്രം നിശ്ചയിച്ചതല്ല. അമ്മയിലൂടെ ബോധം. അപ്പം ആ സമ്പ്രദായമാണ് അമ്മ. അതിൻ്റെ പൂർണ്ണത എന്താണ്? ഗുരുവില്ല. ഏത് സമ്പ്രദായം, ഒരു സമ്പ്രദായം മോശമല്ല. കുലാചാരമാകട്ടെ, വാമാചാരമാകട്ടെ, മലബാരമാകട്ടെ, ശാക്തേയമാകട്ടെ, കൗളമാകട്ടെ, വിവിധ പദ്ധതികളാവട്ടെ, ഒന്നും മോശമല്ല. പക്ഷെ ഗുരു പരമ്പര വേണം. ആ പരമ്പര ഉണ്ടായിരിക്കണം. അത് ഈ മാറിയ ചുറ്റുപാടിൽ മദ്രസയിൽ പോലും പഠിപ്പിക്കുമ്പോൾ സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടാണ് പഠിപ്പിക്കുന്നേ. സൺഡേ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് പഠിച്ചു കഴിഞ്ഞാൽ സർട്ടിഫിക്കറ്റ് ഉണ്ട്. ക്രൈസ്തവ പുരോഹിതന്മാർക്ക് സർട്ടിഫിക്കറ്റ് ഉണ്ട്. ഇസ്ലാമിക പുരോഹിതന്മാർക്ക് സർട്ടിഫിക്കറ്റ് ഉണ്ട്. അക്കാഡമിക് വാല്യൂ ഉണ്ട്. ഹൈന്ദവ സമൂഹത്തിൽ ഇന്ന് മറ്റു വിധത്തിലുള്ള ദക്ഷിണമാർഗ ശാന്തിക്കാർക്ക് പോലും സർട്ടിഫിക്കറ്റ് സംവിധാനമുള്ളപ്പോൾ ഇത്ര കണ്ട് ഭീകരമായ ഒരു അന്തരീക്ഷത്തിലൂടെ കടന്നു പോകുമ്പോൾ, കുളാർണവം പറയുന്നത് പോലെ മൂർച്ചയുള്ള വാളാണ് കൗളമാർഗം എന്ന് പറയുമ്പോൾ, വ്യാഘ്രമാണ്, സിംഹമാണ്, പുലിയാണ് എന്നൊക്കെ പറയുമ്പോൾ, അത്തരത്തിലുള്ള ഒരു ആചാരത്തിനെ കൈകാര്യം ചെയ്യുമ്പോൾ അതിന് ഗുരു വേണമെന്ന് സന്യാസി പറഞ്ഞത് സന്യാസിയാകുന്നത് കൊണ്ട് നമ്മൾ സ്വീകരിക്കില്ല എന്ന് പറയാൻ പറ്റുമോ? അതും അവർ ഒറ്റയ്ക്ക് തീരുമാനിച്ചില്ല. ഈ സമ്പ്രദായത്തിൽ ഒരാളെ കൂട്ടി തീരുമാനിച്ചു. നമുക്ക് എതിർക്കാൻ പറ്റുമോ? എതിർക്കേണ്ടതിനെ എതിർത്ത് പറഞ്ഞത് നമ്മൾ പറഞ്ഞു. പക്ഷെ ഇതിനെ എതിർക്കാൻ പറ്റുമോ? ഇതിലെ ന്യായവും ധർമ്മവും നീതിയും നിയമവും ഒക്കെ ആ പറയുന്നതിന് അനുകൂലമാണ്. അല്ലാണ്ട് പാരമ്പര്യമായിട്ട് ആചരിക്കേണ്ട എന്ന് കണ്ടില്ല. തോന്നിയ പോലെ നേരം വെളുത്ത് നീച്ചിട്ട് ഞാൻ എൻ്റെ ദൈവത്തിന് കോഴിയെ വെട്ടുന്നോട്ട് ചെയ്യേണ്ടതാണ്. അവൻ എവിടെയെങ്കിലും കൃത്യമായി പഠിച്ചിട്ട് ചെയ്താൽ മതി. അപ്പൊ ഫീസ് കൊടുത്ത് പഠിക്കണ്ടേ? ഫീസ് കൊടുത്ത് മാത്രമല്ല പഠിക്കാൻ പറ്റുക. തനമനധന സഹിതം ഗുരു ശുശ്രൂഷ ചെയ്യണമെന്നേ വേണ്ടുള്ളൂ. എല്ലാവരും കാശ് കൊടുത്ത് പഠിക്കാനൊന്നുമല്ല. ഒന്നുമില്ലാതെ എവിടെയെങ്കിലും പോയിട്ട് എന്തെങ്കിലും കണ്ടു വന്ന് ചെയ്യേണ്ടെന്നാ. അങ്ങനെ ചെയ്യുന്നവന് ഗുരു ഉണ്ടായിരിക്കില്ല. അവൻ ഗുരുവിനെ വെറുപ്പിച്ചവനായിരിക്കും, ഗുരുവിൻ്റെ ശാപം വാങ്ങിയവനായിരിക്കും. ഗുരു സ്വന്തം പിതാവുമാകാം. ആ പിതാവിനും പരമ്പര ഉണ്ടാകുമെന്ന് മാത്രം, കൃത്യമായ പരമ്പര. അതൊന്നും വേണ്ടാന്നാരും പറഞ്ഞിട്ടില്ല. പക്ഷെ അച്ഛൻ്റെ പേര് പറഞ്ഞുകൊണ്ട് മാത്രം ചെയ്യാൻ പറ്റില്ല. അച്ഛൻ്റെ പേര് മാത്രമായിരിക്കില്ല നമ്മൾ ചെയ്യുന്ന കർമ്മത്തിലുള്ള അധികം. ഓട്ടോറിക്ഷക്കാരൻ്റെ മകൻ ഓട്ടോറിക്ഷ ഓടിച്ചാലും ശരിയാവില്ല, ലൈസൻസ് വേണം. മാറിയ ചുറ്റുപാടിൽ പ്രത്യേകിച്ച് അക്കാഡമിക് ആയിരിക്കുന്നു. എല്ലാം സ്ഥാപനങ്ങളുണ്ട്, പഠിക്കാം. ആചാര്യന്മാർ അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട്, പഠിക്കാം.
ഗവൺമെന്റ് അംഗീകരിക്കണമെന്നില്ല, സമൂഹം അംഗീകരിച്ച ആചാര്യന്മാരുണ്ട്. ഇപ്പൊ ഗവൺമെന്റ് അംഗീകരിക്കണം നമ്മളെ പറയാന്ന് കരുതിയിട്ട് സമൂഹം അംഗീകരിച്ച ആചാര്യന്മാരുണ്ട്. അവരിൽ നിന്ന് പഠിക്കുന്ന എങ്ങനെയാണ്? വ്യക്തമായി പഠിക്കണം. 2 ദിവസം പോയി ഓടി വന്നിട്ട് പിറ്റേ ദിവസം കോഴി വെട്ടുക എന്നുള്ളതല്ല, കള്ള് വെക്കുക എന്നുള്ളതല്ല. അങ്ങനെ ഉണ്ടെങ്കിൽ നിരുത്സാഹപ്പെടുത്തുക തന്നെ വേണം. അല്ലെങ്കിൽ എന്തുണ്ടാകും? ഇലന്തൂർ പോലെയുള്ള സംഭവങ്ങൾ ഹത്യ ചെയ്തിട്ട് നരബലിയാണെന്നും അത് ഹൈന്ദവ സമൂഹത്തിൻ്റെയാണെന്നും ചിത്രീകരിക്കുമ്പോൾ നമ്മൾ വാപൊളിച്ച് നോക്കി നിൽക്കുകയും ഈ സമ്പ്രദായത്തെ ആക്ഷേപിച്ച് പോസ്റ്ററുകളും വാർത്തകളും ചിത്രീകരണങ്ങളും നടക്കുമ്പോൾ നമ്മൾ കേട്ടിരിക്കേണ്ടി വരികയും ചെയ്യും. ഇതൊരിക്കലും ഈ പറയപ്പെട്ട സന്യാസിമാരെ അല്ല പറയുക, നമ്മളെയാണ് പറയുക. അത് കേൾക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? നമുക്ക് വ്യക്തതയില്ലാത്തത് കൊണ്ടാണ്. അല്ലെങ്കിൽ എത്ര സന്ദർഭത്തിൽ നമുക്ക് പറയാൻ പറ്റുന്നതാണ്, ഞാൻ ഗുരു സമ്പ്രദായമുണ്ട് അതിൽ അങ്ങനെ ഒരു കാര്യമില്ല, ഇതൊക്കെയാണ് ഇവിടുത്തെ ഗുരു സമ്പ്രദായങ്ങൾ, ഇതിന്റെ ആചാര്യൻ ഇതാണ്, ഇതിന്റെ സന്യാസി ഇതാണ് എന്നൊക്കെ നമുക്ക് വ്യക്തമായി പറയാൻ പറ്റും. അത് പറ്റുന്നത് കൊണ്ടാണ് ഇസ്ലാമിക ക്രൈസ്തവ മത പുരോഹിതന്മാരുമായി ബന്ധപ്പെട്ട ഇത്തരം വിഷയങ്ങൾ വരുമ്പോൾ മതത്തിലേക്ക് പോകാത്തത്. ഇവിടെ മതത്തിലേക്ക് തന്നെ വരുന്നത് എന്തുകൊണ്ടാണ്? നമുക്കിങ്ങനെ അപ്പനും അമ്മയും ഇല്ലാത്തൊരു രീതിയുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് മദ്യവും മത്സ്യവും ഒന്നും വെച്ച് പൂജിക്കണ്ട എന്നല്ല സന്യാസി സംഗമം നമ്മോട് പറഞ്ഞത്, മറിച്ച് ഗുരുപതിഷ്ഠമായിരിക്കണം. ഗുരു വേണം, ഗുരു പരമ്പര വേണം. മലബാര സമ്പ്രദായത്തെ ഒരു സന്യാസഭയിൽ ഇരുത്തി എന്ന് പറയുമ്പോൾ തന്നെ ഇനി ഇത്തരം സംസാരങ്ങൾക്ക് പ്രസക്തിയില്ല എന്ന് കരുതി പൂർണ്ണമായി ശരിയാണെന്നാണോ നമ്മൾ പറയുന്നത്? അല്ല, ഇനിയും തിരുത്തപ്പെടേണ്ട ഒത്തിരി കാര്യങ്ങളുണ്ട്. അത് സംഘർഷങ്ങളിലൂടെയല്ല, നമുക്കൊരിക്കലും വിദ്വേഷങ്ങൾ ഉണ്ടായിക്കൊണ്ടല്ല, പരസ്പരം ആക്ഷേപിച്ചുകൊണ്ടല്ല, ധാർമ്മികമായി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തിരുത്തലുകൾ ആവശ്യപ്പെട്ടുകൊണ്ട് നമുക്ക് ഒറ്റക്കെട്ടായി പോകേണ്ടതുണ്ട്. അതിനിടയ്ക്ക് ചിലർ കഥ കറുത്തവനും വെളുത്തവനും ദളിതനും ബ്രാഹ്മണനും ബ്രാഹ്മണയിസം ദളിതയിസം എന്നൊക്കെ ഭിന്നിപ്പിന് വേണ്ടി പറയുമ്പോൾ അവന്റെ ഉന്നതിക്ക് വേണ്ടി അവൻ മറ്റുള്ളവരെ ആക്ഷേപിക്കാതെ പറയുകയാണെങ്കിൽ ആർക്കും വിരോധമില്ല. എന്നാൽ ഈ ധർമ്മത്തെ ശിഥിലമായി കാണിക്കാനും സനാതനധർമ്മം എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ദുശ്ചിന്തകളും ദുരാചാരങ്ങളും മാത്രമുള്ള ദുർപാരമ്പര്യങ്ങളും മാത്രമുള്ളവർ മാത്രമാണ് എന്ന രീതിയിൽ ലോകത്തിനോട് വിളിച്ചു പറയുമ്പോഴും അതിനുള്ള സാഹചര്യം ഒരുക്കുമ്പോഴും അതിനെ അംഗീകരിക്കാൻ പറ്റില്ല. അതിനെതിരെ നാം മുന്നിട്ട് നിൽക്കണം. ആ മുന്നിട്ട് നിൽക്കണമെങ്കിൽ എന്ത് വേണം? നാം പരസ്പരം കലഹിക്കാതിരിക്കണം. നാം സന്യാസിമാർ മാത്രമാണ് തീരുമാനമെടുത്തേ ധരിക്കരുത്. അതുകൊണ്ട് വീണ്ടും പറയുന്നു, നിങ്ങൾക്ക് നമ്മെ അറിയുമെങ്കിൽ നാം പങ്കെടുത്ത വേദിയാണ്. നമ്മൾ ഒരിക്കലും തന്നെ നിങ്ങൾക്ക് പൂർണ്ണമായും നമ്മുടെ മാതാപിതാക്കളെയും നമ്മുടെ എല്ലാമായ ഗുരുവിനെയും പരമ്പരയെയും സമ്പ്രദായത്തെയും രാഷ്ട്രത്തെയും തൊട്ട് സത്യം ചെയ്യുന്നു. നമുക്ക് ശ്വാസമുള്ളിടത്തോളം കാലം ഈ ഒരു വ്യത്യസ്തങ്ങളായിരിക്കുന്ന ആചാരാനുഷ്ഠാനങ്ങളെ വെട്ടിമുറിച്ച് ഏതെങ്കിലും ഒരു മതത്തിന്റെ കീഴിലേക്കോ ഏതെങ്കിലും ഒരു കൊടിക്ക് കീഴിലേക്കോ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ സംവിധാനത്തിന്റെ കീഴിലേക്കോ ആരെങ്കിലും കൊണ്ടുവരാൻ ശ്രമിക്കുന്നു എങ്കിൽ നമുക്ക് ആയുസ്സും ആരോഗ്യവും ശബ്ദവും ഉണ്ടെങ്കിൽ നാം തീർച്ചയായും എതിർക്കുക തന്നെ ചെയ്യും. അത് ഉറപ്പാണ്. അത് ഏതൊരു സമ്പ്രദായം, ബ്രാഹ്മണനെ ഒരു കൗളനാക്കാനായാലും ശരി, കൗളനെ ബ്രാഹ്മണനാക്കാനും ശരി, ഇതൊന്നുമില്ലാതെ നിരീശ്വരവാദിയാക്കാനായാലും ശരി, അതവരെ ഇവരേതെങ്കിലും ഒരു ഹൈന്ദവ സംഘടനയിൽ മാത്രം ചേർക്കാനായാലും ശരി, ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ ഓരം ചേർക്കാനായാലും ശരി, ഇത് തന്നെയാണ് നമ്മുടെ നിലപാട്. സംഭവിച്ച ചിദാനന്ദപുരി സ്വാമി ആ ഒരു സമാപന സമ്മേളനത്തിൽ പറയുകയുണ്ടായി, വരാനിരിക്കുന്ന ഒരു ഇലക്ഷനാണ്. ആ ഇലക്ഷൻ ഓരോ ഇന്ത്യൻ പൗരന്റെയും അവകാശമാണ്. 90% ആളുകൾ വോട്ട് ചെയ്യേണ്ടിടത്ത് 60%-70% ആളുകളാണ് വോട്ട് ചെയ്യപ്പെടുന്നത്. അപ്പോൾ നമ്മളിവിടെയുള്ള ആളുകൾ വോട്ട് ചെയ്യണമെന്ന് പറയുമ്പോൾ നമ്മൾ ആർക്ക് വോട്ട് ചെയ്യണം എന്നുള്ളിടത്ത് സ്വാമിജി പറഞ്ഞ അഭിപ്രായം ആദ്യമേ നമ്മുടെ അഭിപ്രായമാണ്. എന്താണ്? ഇന്നർക്ക് വോട്ട് ചെയ്യണമെന്ന് മറ്റു മതാചാര്യന്മാരെ പോലെ നമ്മൾ ആരും പറയില്ല, പറഞ്ഞാൽ കേൾക്കുകയുമില്ല. കേട്ടാലും പറയരുത് എന്ന് തന്നെയാണ് നമ്മുടെ അഭിപ്രായം. കേട്ടാലും പറയരുത്. നീ ഇന്ന പോലെ വോട്ട് ചെയ്യണമെന്ന് ഒരു സഭാധ്യക്ഷനും പറയാൻ പാടില്ല. പിന്നെ എന്താണ് നമുക്ക് പറയാനുള്ളത്? നമ്മുടെ ആചാര അനുഷ്ഠാന വിശ്വാസങ്ങളെ ആരാണോ പിന്തുണയ്ക്കുന്നത്, അത് ശാക്തേയന്മാരെ സംബന്ധിച്ച് ശാക്തേയ ആചാരങ്ങളെ, മലബാര സമ്പ്രദായങ്ങളെ, കുലാചാരികളെ കുറിച്ച് കുലാചാരത്തെ, വൈദിക ആചാരങ്ങളെ കുറിച്ച് അവരെ സംരക്ഷിക്കുന്ന ടോട്ടൽ ഒരു ഹൈന്ദവനെ സനാതനെ സംബന്ധിച്ചോ നമ്മുടെ മുഴുവൻ ധർമ്മത്തെ പ്രൊട്ടക്ട് ചെയ്യുന്നത് ആരായാലും ശരി അവർക്ക് വോട്ട് ചെയ്യുക. അത് ഏതൊരു രാഷ്ട്രീയ പാർട്ടിയെ നമുക്ക് അഭിപ്രായമില്ല. കാരണം ഇതൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടിയിലെ ചില ആളുകളും ഇതിലേക്ക് ആക്ഷേപിക്കുന്നുണ്ട്. നമുക്ക് സ്വീകാര്യമായ ആരാ നമ്മൾ കണ്ടെത്തുക. അതാരാ പറയാൻ? നമ്മൾ ആളല്ല. അത്തരം ആളുകൾക്ക് അങ്ങനെ വരുമ്പോൾ എന്താണ്? ഇവിടെ ഭരിക്കുന്നത് ആരായാലും ശരി, നമ്മൾ ഹൈന്ദവരുടെ കാര്യങ്ങൾ അവർ നടത്തിത്തരും. നമ്മളെ ഒരിക്കലും മിത്താണെന്നോ നമ്മൾ മോശക്കാരാണെന്നോ നമ്മളുടെ ഈമാനം മാത്രമേ വർത്തിയുള്ളൂ എന്നോ ഒന്നും പറയില്ല. പറയുകയാണെങ്കിൽ മറ്റതുകൂടി പറയും, നമ്മളെ മാത്രം പറയില്ല. നമ്മളുടെ ബലി മാത്രം നിരോധിക്കില്ല. അങ്ങനെ ഒരു നിയമം നിലനിൽക്കുന്നു എങ്കിൽ ഇവിടെ വനനിയമം മാറ്റാൻ വേണ്ടിയിട്ട് എന്താ നിർബന്ധം പിടിക്കുന്നത്? വനത്തിലേക്ക് ഫ്ലാറ്റുകളെ കയറ്റാൻ വേണ്ടിയിട്ടാണ്, കുത്തക മുതലാളിമാർക്ക് മരം മുറിക്കാൻ വേണ്ടിയിട്ടാണ്, ഇനി വിനോദത്തിന് പോകുന്ന ഹണ്ടിങ് നടത്താൻ വേണ്ടിയിട്ടാണ്. അവരുടെ താല്പര്യത്തിന് വനനിയമം മാറ്റാമെന്നിരിക്കെ
അല്ലെങ്കിൽ മന്ത്രിമാരുടെ നിയമങ്ങൾ MLA-മാരുടേതായിരിക്കുന്ന നിയമങ്ങൾ മാറ്റാമെന്നിരിക്കെ, അവരുടെ പെൻഷൻ നിയമങ്ങൾ മാറ്റാമെന്നിരിക്കെ, എന്തുകൊണ്ട് ടൺ കണക്കിന് മാംസഭക്ഷണം കഴിക്കാനുള്ള അവസരം ഒരുക്കുന്ന പശുവിനെ പോലും ഒരു നിരോധനം വരുന്ന സമയത്ത് അതല്ല എന്നുകൊണ്ട് നടുറോട്ടിൽ പശുവിനെ അറുത്ത് തിന്നുന്ന, മദ്യം എന്നും നിർത്തണം എന്ന് പറയുമ്പോൾ ഇല്ല, മദ്യം ഇഷ്ടം പോലെ എന്നുകൊണ്ട് ഗാന്ധിയെ സ്നേഹിക്കുന്നതോടൊപ്പം ഗാന്ധി ഒരിക്കലും ഇഷ്ടപ്പെടാത്ത മദ്യത്തെ ഏറ്റവും കൂടുതൽ വിൽപ്പന നടത്തുന്ന ആളുകൾ എന്തുകൊണ്ട് ഒരുവൻ കോഴിയിറച്ചി തിന്നുമ്പോൾ എന്റെ ഭഗവതിയെ, എന്റെ ചാത്തപ്പനെ എന്നൊക്കെ വിളിച്ച് അതിനെ ഒന്ന് അറക്കുമ്പോൾ മാത്രം എന്തുകൊണ്ട് ചൊടിക്കുന്നു? അത് ഹിന്ദു ആയതുകൊണ്ട് മാത്രമാണ് എന്ന് നാം തിരിച്ചറിയണം. ഇത് വർഗീയതയില്ല, മറ്റു മതങ്ങളെ ഒന്നും നാം പറഞ്ഞിട്ടില്ല. പക്ഷെ അവർക്ക് എന്തുകൊണ്ട് പിന്തുണ കൊടുക്കുന്നു? അവരവിടെ ആചാരം ഗുരുപദിഷ്ടമായിട്ടാണ് ചെയ്യുന്നേ. എന്താ അവരെ എതിർത്താൽ? അവരെ മതം നിഷ്കർഷിച്ച പരമ്പരയിൽ അവർ കൃത്യമായി മദ്രസ വിദ്യാഭ്യാസം കഴിച്ച് +2 ഡിഗ്രി ഒക്കെ അവർക്കുണ്ട്, അതൊക്കെ കഴിച്ച്, അല്ലെങ്കിൽ കേവലം 10ാം ക്ലാസ് മദ്രസ വിദ്യാഭ്യാസങ്ങളും ചെയ്ത് അതിന്റെ ഭാഗമായിട്ട് എങ്ങനെ ബലിയറക്കണം, എന്തിനു ബലിയറക്കണം, എങ്ങനെയാണ് ചെയ്യേണ്ടത് എല്ലാം പഠിച്ച്, അത് പഠിക്കൽ മാത്രമാണോ? കൃത്യമായി സാധന, നിസ്കാരാദികൾ ഒക്കെ ചെയ്തിട്ട് അവർ ചെയ്യുന്നു. നമ്മൾ എന്തോ പോലെ നടക്കേണ്ട ഒരു ദിവസം വന്നിട്ട് രാത്രി കോഴീന്റെ കഴുത്തിൽ കത്തി വെക്കും, അത്രയേ ഉള്ളൂ. പിന്നെ കുറെ കള്ളും വെക്കും, അത് മോന്തുന്നിട്ട് പിന്നെ പ്രശ്നമാണ്. ഇതാണ് നമ്മളുടെ രീതി. അപ്പോൾ അത് എതിർക്കപ്പെടണം. എന്നാൽ അത് ഇവിടെ മാത്രം അതിന് കാരണം എന്താണ്? ഒന്ന് ഗുരുപദിഷ്ടമല്ല, മറിച്ചൊന്നു നാം ഹിന്ദു ആയതുകൊണ്ടാണ്. അപ്പോൾ ഈ നിയമത്തിലും ഭേദഗതി വരുത്താൻ സർക്കാരിനാകും. എന്തു വേണം? നാം നമ്മുടെ വോട്ട് കൃത്യമായി രേഖപ്പെടുത്തണം. ആർക്ക് ഇതാലും കുഴപ്പമില്ല. എന്താ ഇടതുപക്ഷത്തിന് ഇത് വല്ല കുഴപ്പമുണ്ടോ? ഇല്ല. അവർ ചെയ്യുന്നെങ്കിൽ നാം പറയേണ്ടത് എന്താണ്? ഞങ്ങളെ ആക്ഷേപിക്കാൻ പാടില്ല, ഞങ്ങളുടെ പോരായ്മകൾ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാം. അതിന് ആചാര്യന്മാരുണ്ട്, സന്യാസിമാരുണ്ട്, അവരോടൊക്കെ സംഘടനാ നേതാക്കന്മാരുണ്ട്, അവരോട് പറയാം. സംഘടന ഇനി ഏതെങ്കിലും രാഷ്ട്രീയത്തിന്റെ കീഴിലാണെങ്കിൽ ആചാര്യന്മാരെല്ലാവരും രാഷ്ട്രീയത്തിന്റെ കീഴിലല്ല, എല്ലാവരും ഉള്ളവരുണ്ടായിരിക്കാം. അപ്പൊ എല്ലാവരും രാഷ്ട്രീയത്തിന്റെ കീഴിലല്ല എന്നുള്ളത് കൊണ്ട് തന്നെ അത് ഞങ്ങളുടെ ആചാര്യന്മാരെ കണ്ട് സൂചിപ്പിക്കാം. അത് പറ്റാതിരിക്കാൻ പാടില്ല. കാരണം മറ്റു മതമേലധ്യക്ഷന്മാരെ ഇവിടുത്തെ രാഷ്ട്രീയക്കാർ കാണുന്നുണ്ടല്ലോ. എന്നാൽ നമ്മുടെ മത ആചാര്യന്മാരെ, നമ്മുടെ ക്ഷേത്രത്തിലെ പുരോഹിതന്മാരെ ഒന്നും തന്നെ കാണാൻ ഇവിടുത്തെ രാഷ്ട്രീയക്കാർ തയ്യാറല്ല. എന്താണ്? നാം അങ്ങനെ ആയതുകൊണ്ടാണ്. അതിന് മാറി ഈ പറയുന്ന മതമേലധ്യക്ഷന്മാരെ കാണുന്ന രീതിയിലേക്ക് വരണം. ആ മേലധ്യക്ഷന്മാരെ കാണുമ്പോൾ മതത്തിന്റെ ആചാര്യന്മാരെന്ത് ചെയ്യണം? അവർക്ക് വിശാലത ഉണ്ടാവണം. ജാതി ഭേദം കൽപ്പിക്കരുത്, സമ്പ്രദായ ഭേദം കൽപ്പിക്കരുത്. അപ്പൊ ആ ചുറ്റുവട്ടം മനസ്സിലാക്കി ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്താലും വലതുപക്ഷത്തിന് വോട്ട് ചെയ്താലും അല്ല, ഇനിയിപ്പോ NDAക്ക് വോട്ട് ചെയ്താലും ഇനി മറ്റുള്ളവർക്കുള്ള വോട്ട് ചെയ്താലും അതല്ല നമ്മുടെ വിഷയം. ആർക്ക് വേണമെങ്കിലും വോട്ട് ചെയ്യാം. കാരണം നിങ്ങളൊരു ഇന്ത്യൻ പൗരനാണ്, നിങ്ങളുടെ അവകാശമാണ്. അതിനെ നിയന്ത്രിക്കാൻ മറ്റാർക്കും അവകാശമില്ല. തെറ്റാണ്. പക്ഷെ അത് ചെയ്യേണ്ടത് ഒരു ഹൈന്ദവ വിശ്വാസി എങ്ങനെയായിരിക്കണം? നമ്മെ ആക്ഷേപിക്കരുത്. ഞങ്ങളെ കുറവുണ്ടെങ്കിൽ ഞങ്ങളോട് പറഞ്ഞ ഞങ്ങളെ പുറത്തിട്ട് ആക്ഷേപിക്കേണ്ട. ഞങ്ങൾക്ക് മാത്രം ഒരു നിയമം ഉണ്ടാകരുത്, ഞങ്ങളുടെ മാത്രം പേരിൽ കേസുകൾ എടുക്കരുത്. ശബരിമല വിഷയത്തിൽ എത്ര അയ്യപ്പന്മാരുടെ പേരിലാണ്, എത്ര ഭക്തന്മാരുടെ പേരിലാണ് കേസുകൾ ഇരിക്കുന്നത്. കേസെടുത്തോട്ടെ, ന്യായമുണ്ടെങ്കിൽ. എന്നാൽ ആ ന്യായം എന്തുകൊണ്ട് പിറവംപള്ളിയുടെ വിഷയത്തിലും അല്ലെങ്കിൽ ഈ CAന്റെ വിഷയത്തിലും ഉണ്ടായാലൊന്നും എടുത്തില്ല? ഇത് വർഗീയതല്ല, എടുത്തില്ല. CAന്റെ പേരിൽ എടുത്തിട്ടുണ്ടെങ്കിൽ ഇതിന്റെ പേരിലും എടുക്കണം, ഒരു സംശയമില്ല. ഇതിന്റെ പേരിലും എടുക്കണം, ഈ അയ്യപ്പന്മാരുടെ പേരിലും എടുക്കണം, ഒരു സംശയവും നമ്മൾ പറയുന്നില്ല. എടുത്തേ പറ്റൂ. അതല്ല അവിടെ എടുത്തിട്ടില്ലെങ്കിൽ ഇവിടെ എടുക്കരുത്. ഇനി എടുത്ത കേസ് പിൻവലിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെയും പിൻവലിക്കണം. അതൊക്കെ ഇല്ലാതിരിക്കുമ്പോഴാണ് നമ്മൾ കാണുന്നത് അവരെ ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പൊ സന്യാസിമാർ നമ്മളെ ഇരുത്തിയ പോലെയാണ്, ചെയ്തുകൂടാ എന്നില്ല. പക്ഷെ നമ്മൾ തുറന്നു പറയണം, ഞങ്ങളുടെ ആവശ്യം ഇതാ. മേലാൽ ഹൈന്ദവനെ ആക്ഷേപിക്കും. ഹൈന്ദവന് മാത്രം ഒരു നിയമം കേരളത്തിൽ വേണ്ട, ഇന്ത്യയിൽ തന്നെ വേണ്ട. ജനാധിപത്യ മര്യാദ, വ്യക്തിച്ച് ഇന്ത്യൻ ഭരണഘടന നൽകുന്ന അവകാശങ്ങൾ ഹൈന്ദവർക്ക് കൂടിയുള്ളതാണ്. ഭൂരിപക്ഷമാകുന്നത് കൊണ്ട് ഞങ്ങൾ കുത്തിന് പിടിക്കുന്നില്ല, ഞങ്ങൾ ഭീഷണിപ്പെടുത്തുന്നില്ല. പക്ഷേ ക്ഷമിക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല. ആ ക്ഷമിക്കാൻ പറ്റില്ല എന്നുള്ള തെളിവാണ് വരാനിരിക്കുന്ന ഇലക്ഷൻ. ആ ഇലക്ഷനെ വേണ്ടവണ്ണം വിനിയോഗിക്കുക എന്നുള്ളത് ഓരോ ഹൈന്ദവന്റെയും ആവശ്യമായിരിക്കണം. ഹൈന്ദവൻ എന്ന് പറഞ്ഞതുകൊണ്ട് നാം അർത്ഥമാക്കുന്നത് ഈ ഭാരതത്തിന്റെ സ്വത്വം ഉൾക്കൊണ്ടുകൊണ്ട് ഈ ഭാരതാംബ പെറ്റിട്ട എല്ലാ സംസ്കൃതിയുടെയും പിന്മുറക്കാരെയാണ്. അതിൽ ബൗദ്ധനും ജൈനനും എല്ലാം വരും, ചാർവാകനും വരും എന്ന് പറയട്ടെ. വൈദേശികമായി ഏതെങ്കിലും ദർശനങ്ങൾ ഇങ്ങോട്ട് കടന്നു വന്നിട്ടുണ്ടെങ്കിൽ അവർ ഇന്ത്യനാണ് എന്നാൽ ഹിന്ദു ആകുന്നില്ല. കാരണം അത് ഭാരതാംബ പെറ്റിട്ട സംസ്കൃതിയല്ല, മൂല കാരണം സനാതനമായിരിക്കാം. പക്ഷെ അതല്ല പറയുന്നത്, നിലനിൽക്കുന്ന വ്യവസ്ഥയാണ്. അതുകൊണ്ട് പരമ്പരാഗത ഭാരതീയർ എന്ന് പറയുന്നത് ഇവിടെ ഉണ്ടായ സംസ്കാരത്തിന്റെ ഭാഗമാണ്. എല്ലാവരും ഇവിടേക്ക് വന്നവർ തന്നെ ആയിരിക്കാം, പക്ഷെ ഇവിടെ ഉണ്ടായ സംസ്കൃതിയാണ് പറയുന്നത്. എല്ലാവരും മനുഷ്യരാണല്ലോ, എവിടെയാണല്ലോ ഉണ്ടായതല്ലേ. അപ്പൊ അതുകൊണ്ടൊന്നും ഭിന്നിപ്പുണ്ടാക്കുന്നില്ല. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുക, ഈ വിഷയത്തിന് ഒരു തർക്കങ്ങൾ ഇല്ലാതിരിക്കാം. ഈ വിഷയത്തിന്റെ പേരിൽ ഈ ഒരു സമ്പ്രദായത്തിൽ നിന്ന് പങ്കെടുക്കാൻ കഴിഞ്ഞു എന്നൊരു ചാരിതാർത്ഥത്തോടെ പറയട്ടെ. ഇതിന്റെ പേരിൽ ഒരിക്കലും മറ്റു സന്യാസിമാരെ നമ്മൾ ദ്വേഷിക്കരുത്,
വിദ്വേഷം ഉണ്ടാകുന്ന രീതിയിൽ പോകരുത്. ഒന്നിച്ചു നിൽക്കേണ്ട സന്ദർഭങ്ങളാണ്. ആ സന്ദർഭത്തിൽ വിഘടിച്ച് നിന്നാൽ ബുദ്ധിമുട്ടാണ്. ഇന്നലത്തെ സാഹചര്യമല്ല, ഇന്നലകൾ ഈ വിഷയങ്ങൾ നമ്മൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, സന്യാസിമാരുടെ പോരായ്മകൾ. എന്നാൽ ഇന്നവർ തിരുത്തുമ്പോൾ നമ്മൾ അതിനെ സ്വാഗതം ചെയ്യുകയാണ് വേണ്ടത്. നാം ഒപ്പം നിൽക്കുകയാണ് വേണ്ടത്. അവിടെ ഒപ്പം നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ആർക്കായാലും ശരി, ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് എത്ര നിസാരമായ ഒരു എന്താ പറയുക ആശയമായാലും ശരി, അത് സന്യാസി മണ്ഡലത്തെ അറിയിക്കണമെന്നുണ്ടെങ്കിൽ നേരിട്ട് അറിയിക്കാൻ, നിങ്ങളാൽ പറഞ്ഞാൽ അവർ കേൾക്കില്ല എന്ന് തോന്നുന്നുവെങ്കിൽ, അങ്ങനെയൊന്നുമില്ല, അവർ കേൾക്കും. ഇനി കേൾക്കില്ല എന്ന് തോന്നുന്നുവെങ്കിൽ, അല്ലെങ്കിൽ അത് നമ്മളിലൂടെ തന്നെ പറഞ്ഞാൽ മതി, നമ്മളാണല്ലോ അവിടെ പ്രാതിനിധ്യം ഉറപ്പിച്ചത്, അതുകൊണ്ട് നമ്മളിലൂടെ തന്നെ പറഞ്ഞാൽ മതി എന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ആരുടെയും അച്ഛനായിക്കൊണ്ടല്ല, നിങ്ങളുടെയൊക്കെ ദാസനായിക്കൊണ്ട് ആ ഒരു കർത്തവ്യം നിർവഹിക്കാൻ നാം തയ്യാറാണ്. അത് നിങ്ങളെ വാട്സപ്പ് മുഖേന അറിയിച്ചാൽ മതി. അല്ല, സംസാരിക്കാൻ കൂട്ടായിട്ടൊരു സംസാരമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ എല്ലാവരും അല്ലാതെ അവരവരുമായി ബന്ധപ്പെട്ട ഗുരുക്കന്മാരെ ഒന്ന് ചേർത്തിരുത്തിക്കൊണ്ട്, അത് പുറത്തായാലും അത് ഓൺലൈൻ ആയാലും ശരി, അവിടെയും നമ്മൾ ആ ചർച്ചയിൽ പങ്കെടുക്കാൻ നിങ്ങൾ വിളിക്കുന്നിടത്ത് വരാൻ നമ്മൾ തയ്യാറാണ്. അല്ലാത്തടത്തോളം നിങ്ങൾ ഒരിക്കലും ഇതിനൊരു ചർച്ചാ വിഷയമാക്കിക്കൊണ്ട് തെറ്റായ രീതിയിലേക്ക് ഇതിനെ ഡൈവേർട്ട് ചെയ്ത് വിടരുത്. അത് നമ്മുടെ സമാജത്തിനെ വീണ്ടും വീണ്ടും അകറ്റും. അതുണ്ടാകരുത്. നമ്മൾ കർത്തവനും വെളുത്തവനും പറഞ്ഞുകൊണ്ട് തെറ്റരുത്, സമ്പ്രദായത്തിന്റെ പേരിൽ തെറ്റരുത്. ഇത്തരം വിഷയങ്ങളുണ്ടെങ്കിൽ അകത്ത് നമുക്ക് ചർച്ച ചെയ്യാം. എപ്പോഴും കറുപ്പിന്റെ ഭാഗം ചേർന്നുകൊണ്ടും ഇത് പാർശ്വവൽക്കരിക്കപ്പെടുന്നവന്റെ ഭാഗമായിക്കൊണ്ടും ഒക്കെ നമ്മൾ ഉണ്ടായിരിക്കും. അതിന് ജാതിയല്ല കാരണം, വിട്ടുനിർത്തലുകളും തെറ്റിദ്ധാരണകളും അജ്ഞാനവും ഉള്ളത് കൊണ്ടാണ് എന്ന ബോധ്യത്തിൽ നിന്നാണ്. ഒരു ജാതിക്കും വേണ്ടിയല്ല നാം സംസാരിക്കുന്നത്, ഒരു സമ്പ്രദായത്തിന് വേണ്ടിയല്ല സംസാരിക്കുന്നത്. വൈഷ്ണവനായാലും അവൻ്റെ കൂടെ നമ്മളുണ്ട്. ആ ബോധ്യം നിങ്ങൾക്കുണ്ടാവും. അനീതി, ഭാരതാംബയുടെ മക്കളിൽ ഒരു തരത്തിൽ ഒന്നിൻ്റെ പേരിലും ഒരു വിഘടനം ഉണ്ടാക്കാൻ നാം സമ്മതിക്കില്ല. എന്നാൽ അനീതി കണ്ടാലോ, ആര് ചെയ്താലും, നമ്മുടെ അച്ഛൻ ചെയ്താലും നമ്മുടെ ഗുരു ചെയ്താലും നാം എതിർക്കുക തന്നെ ചെയ്യും. അത് ശക്തമായി പറഞ്ഞുകൊണ്ടേയിരിക്കും. അത് തിരുത്തപ്പെടണം. ഇപ്പോഴും പൂർണ്ണമായി തിരുത്തി എന്നല്ല നമ്മൾ പറയുന്നത്. ഇനിയും തിരുത്തലുകൾ വേണമെന്നാൽ അതിനുള്ള സാധ്യതകൾ നാം കാണുന്നു. അത് സംഭവിക്കുമെന്ന ബോധ്യം നമുക്കുണ്ട്. അത് നാം ബഹളം വെച്ചുകൊണ്ട് ഇത്തരം മാധ്യമത്തിൽ കൂടി പറയാനും പോലും ഉദ്ദേശിക്കുന്നില്ല, പുറത്ത് മാധ്യമങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അത് അകത്ത് വേണ്ടപ്പെട്ടവരുമായി ചർച്ച ചെയ്തുകൊണ്ട് ഇപ്പോൾ നമ്മൾ എങ്ങനെയാണോ അവിടെ ഇരുന്നേ അതുപോലെ തന്നെ വളരെ സമാധാനപരമായി ഈ സനാർമ്മത്തിൽ എന്തെങ്കിലും മാറേണ്ടതെങ്കിൽ അത് പൂർണ്ണമായും മാറ്റുന്ന രീതിയിൽ സമാധാനത്തിന്റെ ഭാഷയിൽ സംസാരിച്ചുകൊണ്ട് അത് തീർച്ചയായും മാറ്റും. അതുകൊണ്ട് മറ്റു മതങ്ങളെപ്പോലെ കൂടിയല്ല ആ നിയമങ്ങളെ അതേപടി പിടിക്കുന്ന, അത് തെറ്റാണെങ്കിലും പിടിക്കുന്ന ഒരു രീതിയല്ല നമുക്കുള്ളത്. നാം തെറ്റാണെന്ന് ബോധ്യപ്പെട്ടാൽ ആ തെറ്റെങ്ങനെയാ? തെറ്റായിക്കൊണ്ടല്ല, കാലം മാറിയപ്പോൾ സ്വീകാര്യമല്ല എന്നുള്ളത് കൊണ്ടല്ല. അവിടെ തെറ്റല്ല, കാലം മാറിയപ്പോൾ ചിലത് നമുക്ക് ഇപ്പോൾ ആവശ്യമില്ല എന്ന തിരിച്ചറിവിൽ നിന്ന് നാം മുന്നോട്ട് പോകുമ്പോൾ ചിലതിനെ നമുക്ക് മാറ്റിവെക്കേണ്ടി വരും. അതിനെ മാറ്റിവെക്കുമ്പോഴും ആരുടെയും സ്വാർത്ഥത കൊണ്ടല്ല, കൂട്ടായ തീരുമാനം കൊണ്ടാണ് നാം എടുക്കുന്നത്. അത്തരത്തിലെടുക്കാനുള്ള സ്വാതന്ത്ര്യവും അതിനെ സ്വീകരിക്കുകയും ചെയ്യുന്ന, നിരന്തരം മാറ്റങ്ങൾക്ക് വിധേയമായി കൊണ്ടിരിക്കുന്ന മാനുഷികതയെ, പ്രകൃതിയുടെ മാറ്റങ്ങളെ, നിയമങ്ങളെ ഒക്കെ ഉൾക്കൊള്ളുന്ന ഒരു സമൂഹമാണ് സനാതനികളായ ഹൈന്ദവരായ നമ്മൾ. എന്നിൽ നമ്മൾ അഭിമാനം കൊള്ളുക. എന്നിട്ട് നാം പുറകോട്ടല്ല, നാം മുന്നോട്ട് നടക്കുക. നമ്മെ പുറകത്തെ കഥകൾ മാത്രം പറയുന്നവരോട്, നമ്മെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്നവരോട് സന്ധിയില്ലാതെ സമരം ചെയ്യുക. അവരോടുള്ള സമരം ധർമ്മസമരമായിരിക്കുക. സോഷ്യൽ മാധ്യമങ്ങളിലൂടെയോ അല്ലെങ്കിൽ പുറത്തോ ഉണ്ടാകുന്ന കായിക പ്രയോഗങ്ങളോ വാക്പ്രയോഗങ്ങളോ വേണ്ട. ധാർമ്മികമായി നേരിടുക. അതിലൊരു ധർമ്മമാർഗമാണ് ഇന്ത്യയിൽ ഏതൊരു പൗരനുമുള്ള വോട്ടവകാശം. അത് നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കുന്നു കരുതുന്നു. ഓരോ കൗളനും മലവാരിയും ശാക്തേനും കുലാചാരിയും അഭിമാനത്തോടു കൂടി അവന്റെ കർമ്മങ്ങൾ അനുഷ്ഠിക്കുക. അതിനാരും തടസ്സമല്ല എന്ന് മാത്രമല്ല, കേരളത്തിലെ സന്യാസി വര്യന്മാർ മുഴുവനും, ഹൈന്ദവ സംഘടനകൾ മുഴുവനും ഇപ്പോൾ നമുക്കൊപ്പമാണ്. അവർ നമുക്ക് പിന്തുണയായി കൊണ്ട് നിൽക്കുന്നുണ്ട്. ഇനി അതിന് മാറ്റമുണ്ടാകില്ല എന്നത് ഉറപ്പാണ്. മാറ്റമുണ്ടായാൽ നാം നിങ്ങൾക്കൊപ്പം ഉണ്ടായിരിക്കും, നമ്മൾ ഒന്നിച്ചെതിർക്കും. ഇത്രയാണ് നമുക്ക് പറയാനുള്ളത്. ഇത്രയും നേരം നമ്മെ കേട്ടിരുന്ന, ശബ്ദം കുറവുണ്ട് എന്നൊക്കെ പറഞ്ഞിരുന്നു, എന്നിരുന്നാലും ഏതെങ്കിലും വിധേന കേൾക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് സന്തോഷമല്ല. ഇത്രയും പറഞ്ഞത് ഒരിക്കലും ശബ്ദം വന്നില്ലെങ്കിൽ അത് പരാശക്തിയുടെ ഇച്ഛയാണെന്ന് കരുതുന്നു. എന്തായാലും സന്തോഷം. നമ്മൾ ഈ ഒരു പറഞ്ഞ കാര്യങ്ങൾ നന്മയാണെങ്കിൽ, സമാജത്തിന് വേണമെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളിലൂടെ തന്നെ വേണത് പ്രചരിപ്പിക്കാൻ. കാരണം തെറ്റിദ്ധാരണകൾ ഉണ്ടാവാൻ പാടില്ല. ഇനിയുള്ള സമയം നമുക്ക് വിലപ്പെട്ടതാണ്. 2025 സംഗമം പറഞ്ഞതുപോലെ തന്നെ, സഭ സന്യാസി സംഗമം പറഞ്ഞതുപോലെ 2025 നടക്കാൻ പോകുന്ന ഒരു മഹാസംഗമമുണ്ട് വിവിധ സമ്പ്രദായങ്ങളെ ചേർത്തുകൊണ്ട്. ആ 2025 നടക്കാൻ പോകുന്ന വിരാട് ഹിന്ദു സംഗമത്തിന് സാക്ഷിയാകാനും അതിനുവേണ്ടി പ്രവർത്തിക്കാനും സമ്പ്രദായ ഭേദമില്ലാതെ നാം എല്ലാവരും, ശൈവനും ശാക്തേനും കൗളനും മലവാരിയും
അതിൽ തന്നെ വിവിധ ഭേദങ്ങളും കുലാചാരിയും വെളിച്ചപ്പാടും കോമരങ്ങളും അങ്ങനെ കർമ്മികളും എല്ലാവരും തന്നെ ഒറ്റക്കെട്ടായിക്കൊണ്ട് ഒരു ഹിന്ദു എന്ന സ്വരത്തിൽ ഭാരതത്തിന്റെ അഭിമാനം ലോകം മുഴുവൻ വ്യാപിപ്പിക്കും വിധം, ഭാരതത്തിന്റെ തേജസ് ലോകത്ത് മുഴുവൻ വ്യാപിക്കും വിധം ആസുരിക ശക്തികൾ, രാക്ഷസ ശക്തികൾ ആക്രമിക്കാൻ നിൽക്കുമ്പോൾ, ഇല്ലായ്മ ചെയ്യാൻ നിൽക്കുമ്പോൾ അവരെ പൂടി അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അവരെ ഭയപ്പെടുത്തും വിധം ഒന്നിച്ചിരുന്നു കൊണ്ട് പ്രതിഷേധിക്കാൻ, ആ ഒരു വിരാട് സംഗമത്തിന് സാക്ഷിയാകാൻ നാം ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണം. ആ 25 ലക്ഷം വെച്ചുകൊണ്ട് നമ്മുടെ പ്രവർത്തനം പൂർണ്ണമാകട്ടെ. മയക്കുമരുന്നിൽ നിന്നും മദ്യത്തിൽ നിന്നും നമ്മുടെ പുതുതലമുറയെ നമുക്ക് രക്ഷിക്കണം. അതിനെന്തു വേണം? കുലാചാരത്തെ ഗുരുപരിഷ്ടമായി പ്രചരിപ്പിക്കണം. അങ്ങനെ പ്രചരിപ്പിക്കപ്പെടുമ്പോൾ പഠിക്കുമ്പോൾ ഒരിക്കൽ ഈ ദ്രവ്യം ഉപയോഗിക്കുമ്പോഴും അതിൽ വീണു പോകില്ല. എന്താണ്? പൂജയ്ക്കും തർപ്പണത്തിനുമാണ് മദ്യമെന്ന് നമ്മുടെ തലമുറ പഠിക്കുകയും അല്ലാത്ത ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താൻ വേണ്ടി മുന്നോട്ട് വരുമ്പോൾ പോകൂ കടന്ന്, ഇത് വൈദേശിക ചിന്തയാണ്, ഭാരതത്തിന്റെ മക്കളായ ഞങ്ങൾ ഈ ലഹരി വസ്തുക്കൾ ഇപ്രകാരം ഉപയോഗിക്കില്ല, അത് ധർമ്മനിഷേധമാണ്, സമ്പ്രദായ നിഷേധമാണ്, പാപമാണ്, ഞാൻ കുലഭ്രഷ്ടനാക്കപ്പെടും എന്നൊരു ബോധ്യമുണ്ടാകും. ആ ബോധ്യത ഉണ്ടാക്കേണ്ടത് നാമാണ്. നമുക്കാർക്കും കുലഭ്രഷ്ടരാകണ്ട. നമ്മുടെ കുലം അനാചാരികളെ ദുരാചാരികളെ ഉണ്ടാക്കിയിട്ടില്ല എന്ന ബോധ്യം നമുക്കുണ്ടാകട്ടെ. അതുകൊണ്ട് ഗുരുപദേശത്തോട് പഠിക്കുക. ആ ഗുരുപദിഷ്ടമായ സമ്പ്രദായത്തിനെല്ലാം പൂർണ്ണതയുണ്ട്. തൂക്കത്തിന്റെ വിഷയത്തിലായാലും ആശങ്ക വേണ്ട. ഒരിക്കലും ആരും പെട്ടെന്ന് വന്നതൊന്നും നിർത്തലാക്കാൻ നിൽക്കുമ്പോൾ ആ നിങ്ങളുടെ പക്ഷത്ത്, ധർമ്മപക്ഷത്ത് നമ്മൾ ഉണ്ടായിരിക്കും. അത് ഏത് സന്യാസിയായാലും എന്ത് സംഗമത്തിൽ ചേർത്താലും നമ്മൾ ഉണ്ടായിരിക്കും. എന്താണ്? അനീതി അംഗീകരിക്കാൻ നമുക്കാകില്ല. നിങ്ങളുടെ നീതി നിങ്ങളുടേതാണ്. ആ നീതി നിഷേധം നമ്മൾ അംഗീകരിച്ചു കൊടുക്കില്ല എന്ന് പൂർണ്ണമായൊരു ഉറപ്പ് നൽകുന്നു. ഇത്രയും നേരം നമ്മളെ കേട്ടിരുന്ന ഇവരോട് ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. എവരെയും ആദിമുത്തൻ ചാത്തപ്പനും ചണ്ടാളമുത്തപ്പനും മൂലസ്ഥാനവും കരുനീലിയമ്മയും മുത്തിപ്പറ്റ കുട്ടിച്ചാത്തന്മാരും സകല വടിമാന മക്കൾ അനുഗ്രഹിക്കട്ടെ. നമ്മളെപ്പോഴും ധർമ്മപക്ഷം നിങ്ങളോടൊപ്പം തന്നെയുണ്ട്. നമസ്തേ. ഹരേ നമ ചണ്ടാള രൂപായ കുലഗുരു ശ്രീപാദകാം പൂജയാമി. ചണ്ടാളോഹം. ജയ് ഹിന്ദ്. വന്ദേ മാതരം.